ഹലോ കൂട്ടുകാരെ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുങ്രുവായിട്ട് നമ്മുടെ GS-ഉമായിട്ട് ഏകദേശം 10,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, പൈസ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ 10,000 കിലോമീറ്റർ ഓടിച്ച എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചാപ്റ്റർ വൈസാണ് വീഡിയോ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടൈം കോഡ് കൊടുത്തേക്കും. ഓരോ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ചാപ്റ്ററിനനുസരിച്ചിട്ടുള്ള ടൈം കോഡിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ മാത്രമായിട്ട് കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ലോങ് വീഡിയോ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, സോ ചാപ്റ്റർ വൈസ് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ സർവീസ് എക്സ്പെൻസസും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ദാറ്റ് ഐ ഫേസ്ഡ് ആസ് എ ഷോർട്ട് റൈഡർ. അതായത് 168 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഹൈറ്റുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ ഹൈറ്റുള്ള ഒരാൾ അത്യാവശ്യം ടോൾ ബൈക്ക് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നെറ്റിച്ച് വിളിക്കും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ഷോർട്ട് റൈഡറായിട്ടുള്ള ഞാൻ, ബിഗിനർ റൈഡറായിട്ടുള്ള ഞാൻ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്താണ്. അപ്പോൾ നിങ്ങളും ഒരു ഷോർട്ട് റൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞാൻ എൻ്റെ കൂടെ പറയാം. ഓക്കെ, ഇനി തേർഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് ഡ്യൂറിങ് ദിസ് ഹോൾ പീരീഡ്. അതായത് ഈ ഒരു ടൈം പീരീഡിൽ 10K കിലോമീറ്റേഴ്സ് ഞാൻ ഓടിച്ച സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ്, പിന്നെ എൻ്റെ ഫെല്ലോ റൈഡേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ഇതേപോലെ റൈഡേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് അടുത്ത സെഗ്മെൻറ്റ്, അടുത്ത ചാപ്റ്റർ വരുന്നത്. അതിനടുത്ത ചാപ്റ്റർ വാട്ട് ആർ ദ മേജർ മൈനസസ്. അതായത് ഈ വണ്ടിയുടെ നെഗറ്റീവ്സ് നമ്മൾ പറയൂലേ, ഓക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലേ, അതുകൊണ്ട് ഈ വണ്ടി എടുക്കണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയോ മൈനസസ് ഉണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു, അതാണ് ഒരുപാട് ആൾക്കാരൊക്കെ അറിയേണ്ടത്. സോ അതാണ് നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റിലാണ് നമ്മുടെ പോസിറ്റീവ്സ് വരുന്നത്. പോസിറ്റീവ്സ് നിങ്ങൾ ഒരുപാട് കേൾക്കുന്ന കേട്ടോ. ഈ വണ്ടിയുടെ പോസിറ്റീവ്സ് എല്ലാവരും അവെയറാണ്. അടിപൊളി ലുക്കാണ്, നല്ല വണ്ടിയാണ്. എല്ലാവരും ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്താണ് വീഡിയോ ഇറക്കിയത്. സോ പോസിറ്റീവ്സ് അതുകൊണ്ടാണ് കുറച്ച് ബാക്കിലോട്ട് വന്നത്. പ്ലീസ് ഡോണ്ട് ഹേറ്റ് മീ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും ഈ വണ്ടി എടുക്കാനായിട്ട് കംഫർട്ടബിൾ. അതായത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചു, ബ്രോയുടെ അഭിപ്രായത്തിൽ ഈ വണ്ടി എടുക്കണോ, എന്താണ് ബ്രോയുടെ അഭിപ്രായം എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൈ സ്റ്റോറി, ഞാൻ ഈ വണ്ടി എടുക്കാനുണ്ടായ സാഹചര്യം, ഇതിൻ്റെ കഥ കുറച്ച് ഞാൻ എൻ്റെ വണ്ടി ഡെലിവറി എടുക്കുന്ന ടൈമിലുള്ള വീഡിയോയിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ സ്റ്റോറി ടൈം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമൻസിന് റെസ്പോണ്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ട്, റീലും ഷോർട്സും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീലിൽ ഞാൻ പോസിറ്റീവ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. GS-ൻ്റെ അതിൻ്റെ പോസിറ്റീവ്സിന് 4,000 5,000 വ്യൂസേ വന്നുള്ളൂ. അതിൻ്റെ നെഗറ്റീവ്സിന് 50,000 വ്യൂസ് വന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ കണ്ടപ്പോഴത്തേക്ക് GS ഓണേഴ്സ് എല്ലാം കൂടെ എന്നെ നെഞ്ചത്ത് കയറി. കുറേ ആൾക്കാർ ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് ഈ വണ്ടി എടുത്തത്, ബ്രോ ബ്രാൻഡ് വാല്യൂ ആണ്, അതാണ് ഇതാണ്, അല്ലെങ്കിൽ ഈ വണ്ടി കൊള്ളത്തില്ല, ഭയങ്കര നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മീൻ കമൻറ്റ്സ്, നിങ്ങളുടെ നല്ല കമൻറ്റ്സ്, ഗുഡ് കമൻറ്റ്സ്, സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എല്ലാവർക്കും കൂടെ ഉള്ള, അതായത് ഈ കമൻറ്റ്സിൽ റിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലിമിറ്റഡ് ആണ്, ടൈപ്പ് ചെയ്ത് ഫുള്ള് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറുപടി വേണ്ട ആൾക്കാർ നേരെ ഇങ്ങോട്ടേക്ക് വരിക, ഇവിടുത്തെ കമൻറ്റ് സെഷൻ നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്തതിൽ ഹാപ്പിയാണോ, സാറ്റിസ്ഫൈഡ് ആണോ, ഇത്രയും വണ്ടി എടുത്ത് ഇത്രയും പൈസയൊക്കെ പൊട്ടിയതിന് ശേഷവും നിസ്സഹായനാണോ, അതാണ് നെക്സ്റ്റ് ടോപ്പിക്. അവസാനം ഔട്ട്റോ, ബൈ ബൈ പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയുടെ ചാപ്റ്റർ. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ബൈക്ക് മെയിൻ്റനൻസ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിതിൻ്റെ സർവീസ് എക്സ്പെൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടെ അതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വണ്ടി നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു മൈനസായിട്ട് പറയുന്നത് എൻ്റെ ബാറ്ററി ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മൈനസസ് പറയുന്നതായിരിക്കും. അപ്പോൾ ബാറ്ററി നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്ത് യൂസ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഞാൻ തന്നെ പലതവണ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും എത്തിയതിന് ശേഷം കീ പ്രോപ്പറായിട്ട് ഊരാണ്ട് വണ്ടി ഇഗ്നിഷനിൽ തന്നെ ഓണാക്കിയിട്ട് അങ്ങ് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ കീ സ്റ്റാർട്ടാക്കിയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓണാക്കി ഇട്ടിട്ട് ഓടിക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ടൈമിൽ അപ്പോൾ അങ്ങനെ കെയർലെസ് ആയിട്ട് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബാറ്ററി ഇഷ്യൂ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഹെൽത്തിനെ വീണ്ടും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം. സെക്കൻഡ് എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ഇതിലെ എണ്ണ അടിക്കുന്ന കാര്യമാണ്. അതായത് ഫ്യൂവൽ കഴിവതും 95 റോൺ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. എന്തുകൊണ്ടാണ് 95 റോൺ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാർബൺ ഡെപ്പോസിറ്റ് കുറവാണ്. അതായത് നമ്മളിപ്പോൾ ഈ കമ്പഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ എന്താ പറയുന്നത്, ഇതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് കരി വരും, അറിയാലോ, ഫ്യൂവൽ കത്തുന്ന സമയത്ത്. അപ്പോൾ 95 റോൺ കുറച്ചുകൂടെ പ്യൂരിറ്റി ഉള്ള പെട്രോൾ ആയതുകൊണ്ട് തന്നെ അതിൽ കാർബൺ ഡെപ്പോസിറ്റ്, നമ്മുടെ പിസ്റ്റണിലൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് കുറച്ച് അളവിലായിരിക്കും ഈ കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 95 റോൺ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിലറിയാലോ, നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ ഒരു ഫ്യൂൽ പമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂളിങ്ങും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഈ ടാങ്കിൻ്റെ ഈ അടിഭാഗത്താണ്, തീരെ ബോട്ടമല്ല, കുറച്ച് മുകളിലായിട്ടാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂളിങ്ങും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഫ്യൂവൽ വെച്ചിട്ടാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തീരെ ലോ ഫ്യൂവലിൽ ഓടിക്കുകയാണെന്ന് കരുതുക, അതായത് ടാങ്ക് എം ടി ആക്കുന്നവരെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ വർക്കിംഗ് നടക്കാതെ വരും. നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കംപ്ലയിൻ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത്, ഫ്യൂവൽ ഇഞ്ചക്ഷനുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടാങ്ക് തീരെ എം ടി ആക്കി യൂസ് ചെയ്യാണ്ടിരിക്കുക, അത് വണ്ടിയെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി 100 കിലോമീറ്റർ റേഞ്ച് കാണിക്കുമ്പോൾ റിസർവ് ആവുന്ന സമയത്ത് തന്നെ റീഫ്യൂൽ ചെയ്യാനായിട്ട് നോക്കുക. അതും ഫുൾ ടാങ്ക് തന്നെ അടിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, ഈ വണ്ടി ഓൾറെഡി എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സിസ്റ്റം ഇതേപോലെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പൈസ പൊട്ടും. സോ ഈ ഒരു കാര്യമാണ് സെക്കൻഡ് എനിക്ക് പറയാനുള്ളത്. തേർഡ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് കുഞ്ഞൊരു ഇൻസിഡൻറ്റ് പറയാനുണ്ട്. അതായത് ഞാനിപ്പോൾ 10K കിലോമീറ്റർ സർവീസിന് ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പിന്നെ വേറൊരാളുടെ വണ്ടിയാണല്ലോ. അപ്പോൾ എനിക്കത് അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് പെട്ടെന്നൊരു മടി വന്നു. അപ്പോൾ സെപ്പറേറ്റായിട്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു GS വെച്ചിട്ടുണ്ടായിരുന്നു. ആ GSൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് തുരുമ്പെടുത്ത് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഓടിക്കുന്നത്? ഒരു ADV സത്യം പറഞ്ഞാൽ അത്രയും പുവർ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്ന് തന്നെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കേസ് സംസാരിക്കുമ്പോഴത്തേക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് പറയാം. അതായത് നോർമലി നമ്മൾ ഒരു ഡ്യൂറേഷൻ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. ആക്ച്വലി ഇത് ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇത്ര കിലോമീറ്ററിൽ നമുക്ക് അത് കറക്റ്റ് പറഞ്ഞാൽ അതൊരു ആവറേജാണ് പറയുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ ഓടിക്കുന്ന സ്ഥലത്ത് എൻവയോൺമെൻറ്റ്, അതേപോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന ടെറൈൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ചെയിനിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ചെയിനിൻ്റെ മെയിൻ്റനൻസിൽ. അപ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വണ്ടിയെ നിങ്ങൾ നന്നായിട്ട് അറിയുക. അതായത് വണ്ടിയിൽ പ്രോപ്പറായിട്ട് നമ്മളൊരു റൈഡ് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വണ്ടി ഡെയിലി ഓടിക്കുന്നതിന് മുന്നേ ചെയിൻ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയിൻ ഡേർട്ടി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഡീസലും അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലും വെച്ചിട്ടാണ്, ഗിയർ ഓയിലും വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ ലൂബ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഡീസൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയിനിൻ്റെ ഓറിങ്സ് കംപ്ലൈൻ്റ് ആവും. അത് കംപ്ലീറ്റ് ആയിട്ട് ബേസ്ലെസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അലിഗേഷൻ ആണെന്ന് പറയേണ്ടി വരും. അങ്ങനെ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ബിക്കോസ് എനിക്ക് 2 ബൈക്കുണ്ട്, ഇത് കൂടാതെ ഒരു FC ഉണ്ട്. അപ്പോൾ ആ FCയിൽ ഞാൻ ഇപ്പോൾ 90,000 കിലോമീറ്റേഴ്സായി അത് വണ്ടി. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെയിം സംഭവം തന്നെയാണ്. പിന്നെ ഈ വണ്ടി മേടിച്ച് 10,000 കിലോമീറ്ററിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്, ലൂബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെ ഒരു പ്രോബ്ലം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പേടിയോട് കൂടി അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ബേസ്ലെസ് ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കതിന് മാക്സിമം വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡീസൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗിയർ ഓയിൽ നോക്കുകയാണെങ്കിൽ 150 രൂപയാണ്. അത് ചുരുക്കി പറഞ്ഞാൽ 250 രൂപ, 500 ml ആണ് കേട്ടോ, 150 രൂപ. അപ്പോൾ 250 രൂപയ്ക്ക് ഞാൻ മേടിച്ചത് ഇതുവരെയ്ക്കും തീർന്നിട്ടില്ല. അതായത് വണ്ടി മേടിച്ച സമയത്ത് തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ വീട്ടിലിരിപ്പുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എത്ര ചീപ്പാണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പയർഡ് ടു നമ്മളിവിടെ സർവീസിന് കൊടുത്ത സമയത്ത് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാനായിട്ട് 1000 രൂപയാണ് ചാർജ് ചെയ്തത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും.
ഇനി ബാക്ക് ടു ഇതിൻ്റെ റേഞ്ച് എത്ര കിലോമീറ്ററിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പറയേണ്ടതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഞാൻ ആദ്യം പറയാം. അതായത് ഇപ്പോൾ സമ്മർ ടൈമിലാണെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയിൻ ഡേർട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട്. പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് പെട്ടെന്ന് തുരുമ്പിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് റെഗുലറായിട്ട് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. ഇനി നമ്മൾ റെയിനി സീസണിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈമും ഈ മഴവെള്ളവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയിൻ മാക്സിമം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും, അതായത് ലൂബ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെൽസിൽ ചെയിൻ ലൂബ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നോക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞത് മഴക്കാലത്ത് ക്ലീനേ ചെയ്യേണ്ടതെന്നല്ല, അത് നോക്കുക, ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ചെയിൻ എത്രത്തോളം ഡേർട്ടി ആണെന്ന് നോക്കുക, അതിനനുസരിച്ച് ചെയ്താൽ മതി. പക്ഷേ സമ്മർ ടൈമിൽ പെട്ടെന്ന് ചെയിൻ ഡേർട്ടി ആവും, കാര്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ റെഗുലറായിട്ട് ക്ലീനിങ് മസ്റ്റാണ് സമ്മർ ടൈമിൽ. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോർമലി ആവുന്ന ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സിലാണ് ഞാൻ ഇതേപോലെ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുന്നത്. നോർമൽ കണ്ടീഷൻസിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും, അറിയാലോ. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ലൂസാവുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് പുറത്ത് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത് സർവീസ് സെൻറ്ററിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ട്രസ്റ്റബിൾ സർവീസ് സെൻറ്ററിൽ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത്. പക്ഷേ സർവീസ് സെൻറ്ററിലെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അഫോർഡബിൾ ആണെങ്കിൽ അവിടെ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇതേപോലെ വണ്ടികൾ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ചെയിൻ ടൈറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടൊരു 1000 കിലോമീറ്റേഴ്സ് അടുപ്പിച്ച് വരുമ്പോഴാണ് ഞാൻ നോർമലി ചെയിൻ ടൈറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു ഇൻ്റർവെല്ലിൽ തന്നെ ഇപ്പോൾ ഈവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും ചെയിൻ ലൂബ് ചെയ്യാനായിട്ട് നോക്കുക. ബിക്കോസ് വെള്ളമൊക്കെ കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെയിൻ്റെ ലൂബ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിലും കൂടെ നമ്മളൊന്ന് ലൂബ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതേപോലെ 500 കിലോമീറ്റേഴ്സിൽ സ്പോക്കറ്റ് കവർ ഊരിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. പ്രോപ്പറായിട്ട് കെയർഫുള്ളായിട്ട് സ്പോക്കറ്റ് കവർ ഊരിയിട്ട് ചെയ്യാം. നമുക്ക് ചെയിൻ ലൂബ് ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതും ഇവിടെ ഐ ബട്ടണിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാണ് ചെയിൻ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രോപ്പറായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ തന്നെ എക്സ്ട്രാ കുറച്ച് എമൗണ്ടും കൂടെ നിങ്ങൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ അഡ്വഞ്ചർ പർപ്പസിന് കുറച്ച് ഓഫ് റോഡിങ്ങും പരിപാടിക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ക്രാഷ് ഗാർഡ് എന്ന് പറയുന്ന സാധനം, അതേപോലെ തന്നെ ഹാൻഡ് ഗാർഡ്, റേഡിയേറ്റർ ഗ്രില്ല്, ബാഷ് പ്ലേറ്റ്, ഇത് രണ്ടും ഞാൻ വെച്ചിട്ടില്ല. ബട്ട് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സേഫ്റ്റിയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. വീഴുമ്പോഴത്തേക്ക് പെയിൻറ്റ് പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് പണി കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിനും കൂടെ പൈസ മാറ്റി വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം വണ്ടി മേടിക്കാനായിട്ട് നോക്കുക. ബിക്കോസ് വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ക്രാഷ് ഗാർഡിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാൻഡിഡോസിൽ നിന്നാണ്, കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാൻഡിഡോസിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഓഫർ ടൈമിലായിരുന്നു. 17,000 ആണ് എനിക്ക് ആയത്. അതും പ്ലസ് ഈ ഹാൻഡ് ഗാർഡും അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത്. അത് രണ്ടും കൂടെ ഏകദേശം 20,000 സംതിങ് ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ളത്. പിന്നെ സേഫ്റ്റി വൈസ് നിങ്ങൾക്ക് സാഡിൽ സ്റ്റേ വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാം, വണ്ടി വീഴുമ്പോഴത്തേക്ക് എത്രത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമോ അത്രത്തോളം നല്ലതാണ്. സോ സാഡിൽ സ്റ്റേ ഞാൻ വെച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ അടുത്ത ഓഫർ സെയിൽ വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടിരിക്കുക. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വണ്ടിയുടെ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ വണ്ടി ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി വണ്ടിയുടെ സർവീസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്റേഴ്സിൽ ഫസ്റ്റ് ഒരു സർവീസ് ഉണ്ട്. ഫ്രീ സർവീസ് ഒന്നും നമ്മൾ എല്ലായിടത്തും പറയുന്നത്, എന്നാൽ BMW ഫ്രീ സർവീസ് അല്ലാത്ത ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഈ ഹൈ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നൊരു സംഭവമാണ്, അതിനെന്താ 10,000 കിലോമീറ്ററിലല്ലേ സർവീസ് വരുന്നതെന്ന്. അല്ല, ആദ്യത്തെ 10,000 കിലോമീറ്റേഴ്സിൽ നമ്മൾ നിയർലി 20,000 സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് വണ്ടി മേടിച്ച 1000 കിലോമീറ്ററിൽ ഒരു 8,000-9,000 രൂപ അടുപ്പിച്ച് ഈ ഒരു സർവീസിന് പോകും. അതായത് ഈ ഫസ്റ്റ് സർവീസ് 10K കിലോമീറ്റേഴ്സിൽ ഞാൻ ചെയ്ത സെയിം സംഭവം തന്നെയാണ് 1000 കിലോമീറ്ററിൽ ചെയ്യുന്നത്. ബട്ട് അതിനത്രയും എക്സ്പെൻസീവാണ്. എന്നിട്ട് ഈ 10,000 കിലോമീറ്റേഴ്സിൽ അഗെയിൻ ഒരു 9K 10K റേഞ്ചിൽ 10K ആവും കേട്ടോ. ബ്രേക്ക് പാഡിൻ്റെ കേസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10K കൂട്ടാം. അപ്പോൾ നിയർലി 20,000 ആണ് നമുക്ക് 10,000 രൂപ 10,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന തേർഡ് സർവീസ് 20,000 കിലോമീറ്റേഴ്സ് ഓർ 2 years, അതാണ്
അതിൻ്റെ കാലാവധി വരുന്നത്. അതിൻ്റെ സർവീസ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർലി 30,000 30,000 രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു ബൈക്കിന് 30,000 രൂപ അത്രയ്ക്ക് അന്തം വിടാൻ വരട്ടെ. എന്താണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഇത്രയും എക്സ്പെൻസീവ് ആവുന്നതിൻ്റെ റീസൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു തവണ കൂടെ പറയും. നിങ്ങളുടെ കമൻറ്റ്സ് പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും. ബട്ട് സ്റ്റിൽ പെട്ടെന്ന് ഇതിനെ കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോകാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇത് ഇന്ത്യൻ ബ്രാൻഡല്ല, പുറത്തുനിന്നുള്ള ബ്രാൻഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പാർട്സിന് എമൗണ്ട് ടാക്സ് കൊടുക്കുന്നത് നല്ല രീതിക്ക് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രീമിയം ബ്രാൻഡാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസസ് കാര്യങ്ങൾ വരും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, തേർഡ് സർവീസിൽ നമ്മൾ പാർട്സ് ചേഞ്ച് വരും. പാർട്സ് ചേഞ്ച് വരുന്നത് കൊണ്ടാണ് ആ സർവീസിന് അത്രയും എമൗണ്ട് വരുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇപ്പോൾ BMW ഒരു മുൻകരുതലെന്നോണം ആ പാർട്സ് മാറ്റുന്നു. ഇപ്പോൾ വേറെ വണ്ടികളിലാണെങ്കിൽ ചിലപ്പോൾ അവർ കുറച്ചാളും കൂടി ഓടിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ചിലപ്പോൾ നമ്മൾ അതിനെക്കാട്ടിലും പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. ഒരുമിച്ച് അത്രയും എമൗണ്ട് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ 30,000 എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നെറ്റ് ചുളിക്കുന്നത്. യഥാർത്ഥത്തിൽ സേഫായിട്ട് ആ ഒരു അത്രയും കാലാവധിയിലാണ് ചില പാർട്സ് അതിനകത്ത് വെച്ചേക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ അവർ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആ സാധനം റീപ്ലേസ് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ എമൗണ്ട് അത്രയും എക്സ്പെൻസീവായിട്ട് വരുന്നത്. ഓക്കെ, സോ പ്ലീസ് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുക. ബാക്കി ഞാനിതിൻ്റെ നെഗറ്റീവ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും ഇതിൽ കമൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, അതായത് ഒരു ഷോർട്ട് റൈഡർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഇത് അത്യാവശ്യം ടോളായിട്ടുള്ള ഒരു ബൈക്കാണ്. അപ്പോൾ ഒരു 150cc സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലത്തെ ഷോർട്ട് റൈഡേഴ്സ്, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് റൈഡേഴ്സ് എനിക്കിതുപോലെ മെസ്സേജസ് അയക്കാറുണ്ട്. ഇങ്ങനെ ഇത്ര ഹൈറ്റാണ്, സോ ഇത് കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റിലോട്ട് പോകാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇടാനുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ്, ഇപ്പോൾ ഞാൻ സൈഡ് സ്റ്റാൻഡ് ഇട്ടിരിക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് അല്ലേ ഇരിക്കുന്നത്. അത് തന്നെയാണ് പ്രശ്നം. അതായത് ഇതിൻ്റെ ടോളായിട്ടുള്ള ഒരു സൈഡ് സ്റ്റാൻഡാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഫ്ലോർ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഷോർട്ട് റൈഡർ ആയതുകൊണ്ട് എനിക്ക് ടിപ്പ് ടോസാണ് ഓക്കെ ഇതിൽ വരുന്നത്. കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫീറ്റ് എനിക്ക് പൊസിഷൻ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത്, അതായത് റെഗുലർ അല്ലാത്തൊരു സർഫസിൽ ഞാൻ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡ് സ്റ്റാൻഡ് സ്റ്റക്കായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വെയിറ്റ് ഫുള്ള് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഉയർത്തണം. ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിലോട്ട് പുഷ് ചെയ്ത് ഹാൻഡിൽ ബാർ സൈഡ് സ്റ്റാൻഡ് ആക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പുറത്തെ സൈഡിൽ ഹാൻഡ് എത്തി വെയിറ്റ് ഫുൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ നല്ല പാടാണ്. ഷോർട്ട് റൈഡർ ആയ നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് എംബാരസ്ഡ് ആയിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ബിക്കോസ് കടയുടെയൊക്കെ മുമ്പ് വന്നിട്ട് സൈഡ് സ്റ്റാൻഡിങ്ങിനെ ഇടുന്ന സമയത്ത് പകുതി വെച്ച് സ്റ്റക്കായി കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ച് ആക്കുന്ന സമയത്ത് വരത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ഫുൾ വെയിറ്റ് ഇപ്പുറത്തോട്ട് നിർത്തിയിട്ട് നമ്മളിങ്ങനെ ഇട്ടാക്കുക. ഒരു പട്ടി മാന്തത്തില്ലേ, അതേപോലെ ഇട്ട് ആക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ആവത്തില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെൽപ്ലെസ് ആയി പോകും. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് ആക്കാം. പക്ഷേ അവിടെയും ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉള്ളത് കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് മൂവ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബാലൻസൊക്കെ പോയി കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് എടുത്ത് പറയേണ്ടത്, ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു പ്രോബ്ലം. കുറച്ച് ടോളായിട്ടുള്ള സൈഡ് സ്റ്റാൻഡ് ആയതുകൊണ്ട് ഇതേപോലെ അത് എങ്ങനെ ഓവർകം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പാർക്കിംഗ് എങ്ങനെയാണ്, പാർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, അസസ് ചെയ്യുക. അതായത് മുകളിൽ നിന്ന് തന്നെ നോക്കുക, അതായത് അത്യാവശ്യം ഡെപ്തുള്ള സ്ഥലമാണോ നോക്കിയതിന് ശേഷം സ്റ്റാൻഡ് ഇതാക്കിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് കൊടുക്കുമ്പോൾ സ്റ്റാൻഡ് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഇപ്പോൾ ഓക്കെ ആയി വന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് പിന്നെ കയറ്റം പോലെ കിടക്കുന്ന പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി തിരിച്ച് നിർത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ ടിപ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ സർവൈവ് ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് റൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി വീഴും. സെക്കൻഡ് കാര്യം പറയുമ്പോൾ ഞാൻ വണ്ടിയിലോട്ട് കയറി ഇരുന്നിട്ട് പറയാം. ഓക്കെ, ഇതാ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോസ് ഡൈവിങ്. ഇപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കണ്ടോ എൻ്റെ ഫീറ്റ് ഇത്ര എത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടോ, നല്ല ബൗൺസ് ചെയ്യുക. ഞാനിത് ഒരുപാട് ഫോഴ്സൊന്നും കൊടുക്കണില്ല, ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്യുക. ഇത്രയും ബൗൺസി ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. അപ്പോൾ
നമ്മളിപ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡാൻസ് സ്റ്റുഡിയോയിൽ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ ഇറഗുലർ ആയിട്ടുള്ള സർഫസാണ്, ഇതേപോലെ മണ്ണൊക്കെ വെച്ചിട്ട് കുറച്ച് ഉയർന്നും താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വണ്ടി എടുക്കാനായിട്ട്, അപ്പോൾ പ്രത്യേകിച്ച് ക്ലാസ്സൊക്കെ ഉള്ള ടൈമിൽ പാരൻസിൻ്റെയൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ചുറ്റാകെ ഉണ്ടാവും, ബൈക്കും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നാമത് ഇത് അത്യാവശ്യം ടോളായിട്ടുള്ള ലോങ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് തിരിക്കാനായിട്ട് എത്രത്തോളം പാടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. അതിൻ്റെ കൂടെ ഈ സസ്പെൻഷൻ ഇങ്ങനെ ബൗൺസി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫുൾ ആവത് എടുത്തു കഴിഞ്ഞാലും ഈ സാധനം ബാക്കിലോട്ട് മൂവ് ചെയ്യത്തില്ല. ഇതിവിടെ നിന്ന് ബൗൺസ് ചെയ്യും. നമ്മൾ ഫുൾ ശക്തി എടുത്ത് ബാക്കിലോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ നിന്ന് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രോപ്പറായിട്ട് നമ്മൾ ടേൺ ചെയ്യാനായിട്ട് നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോസ് ഡൈവിങ് ഇതേപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ടൈമിൽ എനിക്ക് നല്ല രീതിക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട്. സോ വണ്ടി തിരിക്കുമ്പോൾ ഇതാണ് മെയിൻ പ്രശ്നം. നമുക്ക് വണ്ടി തിരിച്ച് എടുക്കാനായിട്ട് ഇതേപോലെ നിർത്തിയിട്ടിട്ടൊക്കെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് എടുക്കാനായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ആ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് കഷ്ടം തോന്നിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യാം, ഒന്ന് പിടിച്ച് ചെയ്തു തരാം, കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ ടോൾ ബൈക്ക് ആയതുകൊണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്താണ് ഞാനതുമായിട്ട് യൂസ്ഡ് ടു ആയി. പിന്നെ എനിക്കിപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും എനിക്ക് ഈസി ആയിട്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയത്. അതിന് കുറേ വർക്ക് ചെയ്തു, ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അതുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് കുറേ ടെക്നിക്സും കാര്യങ്ങളും വെയിറ്റ് ഷിഫ്റ്റിംഗ് ടെക്നിക്സൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഇതുമായിട്ട് ഇപ്പോൾ പൊരുത്തപ്പെട്ട് ഇരിക്കുന്നത്. സോ നിങ്ങളൊരു ഷോർട്ട് റൈഡർ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രോപ്പറായിട്ട് ലെഗ് നമുക്ക് ഗ്രിപ്പ് ചെയ്യാനും പറ്റത്തില്ല, ഇത് ഇറഗുലർ സർഫേഴ്സ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പ്രോപ്പറായിട്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങൾ ട്യൂട്ടോറിയൽസ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് വെയിറ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് ബാലൻസിങ് ടെക്നിക്സ് ഉണ്ട് കുറേ, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഹാൻഡ് പ്ലേസ്മെൻ്റ് ആണ്. ഹാൻഡ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കണ്ടോ എത്രത്തോളം വൈഡാണ് ഈ ഹാൻഡിൽ ബാർ എന്ന് നോക്കണം നിങ്ങൾ. അപ്പോൾ എൻ്റെ ഫിംഗേഴ്സ് വളരെ കുഞ്ഞാണ്. അപ്പോൾ ഈ ഫിംഗേഴ്സ് വെച്ച് ഞാൻ പിടിക്കുമ്പോൾ ഞാനിങ്ങനെ വിയേർഡായിട്ടുള്ളൊരു ഹാൻഡ് പോസ്റ്ററാണ് വെക്കുന്നത്. ബിക്കോസ് എനിക്ക് പാസ് ലൈറ്റിലും കൂടെ കൈയെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്ററിലാണ് ഞാൻ ഹാൻഡ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാനും അതുപോലെ ഇവിടെയൊക്കെ ഉണ്ടാവും, ലീവേഴ്സ് എത്തത്തില്ല, അഡ്ജസ്റ്റബിൾ ആണ്, ഏറ്റവും മിനിമം ഇതിലാണ് ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് പ്രോപ്പറായിട്ട് ഗ്രാബ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൈ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്താണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. അടുത്ത് എനിക്ക് എടുത്ത് പറയേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം, ഒരു ADV യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ ഡേർട്ടി ആവുന്ന ഒരു ടൈപ്പ് ബൈക്കാണിത്. ADV ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ. പ്ലസ് ഇതിന് ടയർ ഹഗ്ഗർ ഇല്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് എൻ്റെ വീഡിയോ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതാ ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണുക. അപ്പോൾ അതിൻ്റെ സ്റ്റോറി പറഞ്ഞുതരാം. ഞാൻ എറണാകുളത്തോട്ട് പോവാണ്, അത്യാവശ്യം മഴയുള്ള ടൈമാണ്. അപ്പോൾ ഞാൻ റെയിൻകോട്ടൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ സാഹസം ഓഫ് വൈറ്റ് ടീഷർട്ടും അതേപോലെ ഓഫ് വൈറ്റ് പാൻറ്റും ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബൈക്കിൽ പോവുകയാണ്. പോയി ഇടയ്ക്ക് വെച്ച് റെയിൻകോട്ടൊക്കെ ഊരിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാനായിട്ട് നിർത്തിയ സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ വൈറ്റ് ടീഷർട്ടിൽ ഫുള്ള് അവിടെ ഇവിടെ ആയിട്ട് പുള്ളി, മറ്റേ നന്ദനത്തിൽ പറയില്ലേ ഉണ്ണിയേട്ടാ എന്താ ഇത് മാജിക്കോ, ആ സാധനമായിരുന്നു. ഫുള്ള് മറ്റേ ഡോട്ട്. കാര്യം ഡ്രസ്സ് ഉണങ്ങിയ സമയത്താണ് അത് നല്ല രീതിക്ക് അറിയാൻ പറ്റിയത്. അത് ഇതുവരെ പോയിട്ടില്ല ഗൈസ്. ആ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സോ അത് ഏത് വഴിക്കൊക്കെ വന്ന് ബാക്കിൽ കൂടെ റിയർ ടയറിൽ നിന്ന് ചെളി തെറിക്കുന്നത് നമുക്ക് ഓക്കെ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബാക്കിൽ ടയർ ഹഗ്ഗർ ഇല്ല, അതുകൊണ്ട് ചെളി തെറിക്കും, ലഗേജിൽ വരും, അല്ലെങ്കിൽ പില്ലിയണിന് വരും. ഫ്രണ്ട് ടയറിൽ നിന്ന് ഏത് വഴിക്കൊക്കെ വരുന്നെന്ന്, ഏതൊക്കെ വഴി കൂടെ ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ തെറിച്ച് വരും. ഇവിടെ സൈഡിൽ ഫുള്ള് ആ ഒരു ഇതാവുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ വണ്ടി മേടിക്കുന്ന ആൾക്കാർ ടയർ ഹഗ്ഗറും കൂടെ മേടിച്ച് സെറ്റാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പില്ലിയണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് ലൈറ്റ് ടീഷർട്ടോ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ അടപ്പിളാവും. അത് പോയിന്ന് തന്നെ വിചാരിക്കുക, മഴ സമയത്താണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു മൈനസായിട്ടുള്ള എനിക്ക് പറയേണ്ടത് ADV ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വണ്ടിയുടെ പ്രോബ്ലം അല്ല, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പില്ലിയൻ്റെ ഫുഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉയർന്നായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചവിട്ടി കയറുക എന്നുള്ളത് അത്യാവശ്യം ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ലായിരുന്നു, ബിക്കോസ് ഞാനിതിൻ്റെ ബാക്കിലിരുന്ന് പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടില്ല അങ്ങനെ. അപ്പോൾ ഈ അടുത്ത് ഞാനൊരു പയ്യന് ലിഫ്റ്റ് കൊടുത്തു, സ്കൂൾ കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു പയ്യന് ലിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അവനോട് ഞാൻ വണ്ടി നിർത്തിയിട്ട് എടാ കയറിക്കോ എന്ന് പറഞ്ഞു. അവന് കയറാൻ പറ്റുന്നില്ല. അവന് 2-4 തവണ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങിയപ്പോൾ കുറച്ച് നേരമായിട്ട് കയറത്തോണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി കയറുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ എങ്ങനെ കയറുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചവിട്ടി കയറിക്കോ, ഇതിൽ കയറിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എന്നിട്ടാണ് അവനത് പേടിയാവുന്നത്. ഇത്രയും ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് അവന് എങ്ങനെ ഇത് ഒരു വാക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് എനിക്ക് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞത്. സോ
അങ്ങനൊരു സംഭവം. ഈവൻ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഗേൾസിനൊക്കെ കയറാൻ പാടാണ്, അമ്മമാർക്ക് കയറാൻ പാടാണ്. പക്ഷേ ബോയ്സിനും ആ ഒരു സംഭവമുണ്ട്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ടാവും. ഞാൻ ശ്രീഹരി, എൻ്റെ ഫ്രണ്ടാണ് ശ്രീഹരി, അവനുമായിട്ട് ഇതേപോലെ പോകുന്ന സമയത്ത് അവനും ഇതിൽ കയറാനായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്താണ് കയറിയത്. അപ്പോൾ അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഉയർന്നൊരു ഫുഡ് പാക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കയറാനായിട്ടുള്ള കോൺഫിഡൻസ് കാര്യങ്ങളും ചെറുതായിട്ട് കുറവാണ്. അപ്പോൾ ആ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആസ് എ ഷോർട്ട് റൈഡർ പ്ലസ് എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് മൈനസായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ടയർ ഹഗ്ഗറിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൈഡ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു സെഗ്മെൻറ്റ്. ഓക്കെ ഗൈസ്, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഞാൻ ഈ ഒരു 10,000 കിലോമീറ്റേഴ്സ് ഓടിച്ചതിൽ ഫേസ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ്, എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. പ്ലസ് രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫെല്ലോ റൈഡേഴ്സ്, എൻ്റെ ഫ്രണ്ട്സിന്, അതേപോലെ റൈഡിങ് കമ്മ്യൂണിറ്റിയിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അതായത് BMW എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അത് എപ്പോഴാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 months കഴിഞ്ഞിട്ട്, എടുത്ത് 5 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ അങ്ങനെ ഒരു ക്വാളിറ്റി ഇഷ്യൂ വന്നപ്പോൾ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയി. ബിക്കോസ് ഈ ഒരു ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് തന്നെ അത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ബ്രാൻഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അതായിരുന്നു എനിക്ക് വന്ന് സംഭവിച്ചത്. എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി എന്ന് വെച്ചാൽ ബാറ്ററി ഡാമേജ് ആവും. നമ്മൾ ഹെഡ്ലൈറ്റും ബാക്കി ഐറ്റംസ്, ഇൻഡിക്കേറ്റേഴ്സും ഹോണും എല്ലാം വർക്ക് ചെയ്യും. പ്ലസ് പക്ഷേ നമ്മൾ ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്ത് സെൽഫ് എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ആവത്തില്ല, ഒരു ക്ലിക്ക് സൗണ്ട് കേട്ട് അങ്ങ് പോകും. അപ്പോൾ അതാണ് ഇഷ്യൂ. അപ്പോൾ അത് കുറച്ച് നേരം തള്ളിയൊക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റാർട്ടിങ് ഇതേപോലെ പ്രശ്നം വരും. അപ്പോൾ അതാണ് റീപ്ലേസ് ചെയ്തു. അതിന് പ്രത്യേകിച്ച് എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ആയില്ല. ബട്ട് സ്റ്റിൽ അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ആ ഒരു കാര്യം കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ഈ ഒരൊറ്റ സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ പറയാം. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തൊരു വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറ്റി. അത് ഏത് വണ്ടിയുടെ ആണെങ്കിലും നമുക്ക് മാറ്റേണ്ട ഒരു സംഭവമാണ്. എത്ര കിലോമീറ്ററിലാണ് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8500 കിലോമീറ്ററിലാണ് ഞാൻ ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറ്റിയത്. ഇത് ബാറ്ററി മാറ്റിയതും അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് മാറ്റിയതും രണ്ടും ഒരേ ടൈമിലാണ്, ഒരുമിച്ച് കൊണ്ടുപോയിട്ടാണ് മാറ്റിയത്. അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ വണ്ടിക്ക് നോർമലി എല്ലാവരും പറയുന്ന ഒരു മൈനസാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡിന് ആയുസ് നിൽക്കില്ല എന്ന്. അത് ആക്ച്വലി എന്തുകൊണ്ടാണ് അത് ആ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. നല്ല രീതിക്ക് ബ്രേക്ക് സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലി റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കാല് വെച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നു പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വണ്ടി മേടിക്കുന്ന ആൾക്കാർ മാക്സിമം ഈ കാല് ഫുഡ് പാക്കിൽ വെച്ചിട്ട് ആ ബ്രേക്ക് ലിവറിൽ നിന്ന് മാറ്റിയിട്ട്, ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് മാറ്റി വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലൈഫ് കിട്ടും. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബ്രേക്ക് പാഡ് മാറ്റാനായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു, സർവീസ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ ബ്രേക്ക് പാഡ് മാറ്റാൻ വന്നല്ലേ, ഓക്കെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് എത്ര കിലോമീറ്റർ ആയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 8500, 8500 കിലോമീറ്റർ ആയെന്ന് പറഞ്ഞു. അപ്പം മറ്റേ ദൈവത്തിനെയൊക്കെ തൊഴുന്ന പോലെയാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നോർമലി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ബ്രേക്ക് പാഡ് മാറ്റുന്നത് ഒരു 5000 കിലോമീറ്ററിലാണ് നോർമലി അവർ ബ്രേക്ക് പാഡ് മാറ്റുന്നത്. പിന്നെ മാക്സിമം ഒരു 6000 കിലോമീറ്റർ കണ്ടിട്ടുണ്ട്. 8500 കിലോമീറ്റർ ഭയങ്കര അത്ഭുതമായിട്ടാണ് അവർ നോക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നേരത്തെ വണ്ടി എടുക്കുന്നതിന് മുന്നേ എനിക്കറിയായിരുന്നു ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ലിവറിൽ നിന്ന് മാറ്റിയിട്ടാണ്, പെഡലിൽ നിന്ന് മാറ്റിയിട്ടാണ് കാല് വെച്ച് ഓടിക്കുന്നത്. മേ ബി അതുകൊണ്ടാവാം ആ ഒരു. പിന്നെ ഞാൻ ഓടിക്കുന്ന കണ്ടീഷൻസ്, ഒരുപാട് ട്രാഫിക് കണ്ടീഷൻസിൽ ഞാനങ്ങനെ ഓടിച്ചിട്ടില്ല. പ്ലസ് അത്രയും ഓഫ് റോഡിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ ബ്രേക്ക് പാഡിന് അത്രയും ലൈഫ് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനല്ലാതെ ഞാൻ ആ സർവീസ് സെൻറ്ററിലോട്ട് പോയിട്ടില്ല. ഈ 10000 കിലോമീറ്ററിൽ സർവീസിന് മാറ്റിയിട്ട്. ഓക്കെ, അതായത് 1000 കിലോമീറ്ററിന് സർവീസിന് പോയിട്ടുണ്ട്, 10000 കിലോമീറ്ററിന് സർവീസ് പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് വെച്ചിട്ട് ഈ ബാറ്ററിയും ബ്രേക്ക് പാഡും മാറ്റാനായിട്ട് ഒരു തവണ പോയിട്ടുണ്ട്. അതല്ലാതെ ഒരു കംപ്ലൈൻറ്റും എനിക്കിതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇനി ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ടിന് റൈഡ് ബൈ വയർ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവൻ ഈ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ആ ഒരു റെസ്പോൺസ് കിട്ടുന്നില്ലായിരുന്നു. അത് അവന് വന്നത് 7000 കിലോമീറ്റർ അടുപ്പിച്ചിട്ടാണ് അവനതിന് ആ ഒരു ഇഷ്യൂ വന്നത്. ഇതൊക്കെ വാറണ്ടി പീരീഡിൽ തന്നെ മാറ്റിത്തരും കേട്ടോ, വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല, അത് അവർ തന്നെ മാറ്റിത്തരും. വേറെ എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളാർ വൈറ്റ് ആണ് അവൻ്റെ GS. അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് ഇതേപോലെ പെയിൻറ്റ് ഇതേപോലെ ബബിൾ വന്ന് പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ഇല്ലാതെ പെയിൻറ്റ് ഇളകുന്ന പോലെ ഒരു ഇത് വന്നു. അവനെ കംപ്ലൈൻ്റൊക്കെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ക്വാളിറ്റി ഇഷ്യൂ ആയിട്ട് എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ റിസർച്ച് ചെയ്തതിൽ അറിഞ്ഞിട്ടുള്ള പ്രോബ്ലം.
അപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ക്വാളിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ കംപ്ലയിൻസോ ഒന്നും അങ്ങനെ വരാറില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ പമ്പിൻ്റെ കേസ് കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടികളിൽ പ്രത്യേകിച്ച് ഈ ഒരു സിസ്റ്റം കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞതൊരു 2 ലിറ്ററെങ്കിലും വണ്ടിയിൽ വേണം. അപ്പോൾ ആ രീതിയിൽ ടാങ്ക് എം ടി ആക്കാണ്ട് വണ്ടി ഓടിച്ചിട്ടും ഫ്യൂൽ പമ്പൊക്കെ അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്വാളിറ്റി ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ്റനൻസിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്കവിടെ അത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഈവൻ ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മാക്സിമം 95 റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർബൺ ഡെപ്പോസിറ്റ് കുറയ്ക്കാം. അതേപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് ഇതേപോലെ 2 ലിറ്റർ വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്യൂൽ പമ്പിൻ്റെ ആണെങ്കിലും പ്രോപ്പർ മെയിൻ്റനൻസ് കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു കംപ്ലയിൻസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ആഡ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ മൈനസസ്, എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ മൈനസസ്. ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു റിയൽ വീഡിയോ ആയിട്ട് ഇട്ടായിരുന്നു ഈ ഒരു സംഭവം എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത്. അതായത് 6 reasons not to buy a GS310 എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബേസിക്കലി ഈ വണ്ടി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കാണെന്ന് തോന്നുന്നു അത് പറഞ്ഞതിൽ ചില കാര്യങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ മൈനസസ് പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റും കൂടെ കാണുക, ഈ മൈനസ് കാണുന്ന ആൾക്കാർ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ട് ഇത്രയും മൈനസ് ഉണ്ടായിട്ടും ഞാൻ ഈ വണ്ടി എടുത്തു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ അടുത്ത ചാപ്റ്ററിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ദയവായിട്ട് അതും കൂടെ കണ്ടതിന് ശേഷം മാത്രം എന്നെ തെറി വിളിക്കുക. കാര്യം കുറേ ആൾക്കാർ പറയും ഇത്രയും മൈനസ് ഉണ്ടായിട്ട് പിന്നെ നീ എന്തിനാണ് എടുത്തതെന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ അറിയാലോ, ഓരോ ആൾക്കാർക്കും വണ്ടി എടുക്കുന്നതിന് ഓരോ പേർപ്പസസ് ആണ്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് വണ്ടി എടുക്കാൻ, അവരുടെ ഗോൾസ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സെഗ്മെൻറ്റ് കൂടെ കാണാൻ നോക്കുക. ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസസിലോട്ട് പോകാം. ഫസ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോങ് റൈഡൊക്കെ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ലോങ് റൈഡെന്ന് പറയുമ്പോൾ ലോങ് റൈഡ് നമ്മുടെ K2K ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് കേരളം വിട്ട് പുറത്തോട്ട് പോകുന്ന ടൂറിംഗ് മെഷീനാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പുറത്തോട്ടൊക്കെ പോകാനുള്ള ആഗ്രഹം ഉണ്ടാവും വണ്ടി എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ വണ്ടിയുടെ സർവീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്രയ്ക്ക് നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡോ അല്ലെങ്കിൽ KTMനെയോ ഒക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബ്രോഡല്ല. പക്ഷേ അതിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ ലോങ് ആയിട്ടുള്ള ഇപ്പോൾ ഇവിടെ പോവാണ്, ലഡാക്ക് റൈഡൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് വെച്ചിട്ട് വണ്ടി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. എന്തുകൊണ്ട്? കാര്യം നമ്മൾ റോഡ് സൈഡ് അസിസ്റ്റൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMW എല്ലാ വണ്ടികൾക്കും ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വണ്ടി ഇതേപോലെ വഴിയിൽ എവിടെയെങ്കിലും കേടാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ ആൾ വന്ന് വണ്ടി കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി നമുക്ക് തരും. അത് വണ്ടി റെഡിയാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേ സഹിതം അവർ അറേഞ്ച് ചെയ്യും. അങ്ങനെ വലിയൊരു പാക്കേജാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ, എഫിഷ്യൻറ്റുമാണ് BMW. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഒരു നോർമൽ കസ്റ്റമർ നമ്മളിപ്പോൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, നമ്മൾ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഒപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതിൽ ഓൾറെഡി ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 4,40,000 ഞാൻ എടുക്കുന്ന സമയത്തുള്ള കാര്യം പറയാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂടെ ഒരു 15,000 രൂപ 20,000 രൂപ നമ്മൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പലരും മടിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. എന്നിട്ട് ലോങ് റൈഡ് പോകുന്ന സമയത്ത് ഇതേപോലെ വണ്ടി പണിയായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. സോ ഒരുപാട് നെറ്റ്വർക്കില്ല, സർവീസ് നെറ്റ്വർക്കില്ല. സോ ഫസ്റ്റ് മൈനസ്. സെക്കൻഡ് മൈനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ പവേർഡ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിമിലർ സെഗ്മെൻറ്റിലെ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഹിമാലയൻ ഓടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും ADV 390 ഓടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വണ്ടി കുറച്ച് അണ്ടർ പവേർഡായിട്ട് തോന്നും. നേരത്തെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അണ്ടർ പവേർഡ് ഹിമാലയൻ ആയിരുന്നു കേട്ടോ, 411. അപ്പോൾ ആ ടൈമിൽ ഹിമാലയനായിരുന്നു ഒരുപാട് ട്രോളിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഹിമാലയൻ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് പുതിയ എഞ്ചിൻ കുറച്ചുകൂടെ സെറ്റാക്കി ഷെയർപ്പ എഞ്ചിനൊക്കെ വന്ന് അടിപൊളിയാക്കി പവറൊക്കെ കൊണ്ടുവന്നപ്പോൾ പാവം നമ്മുടെ GS ആയി ഇപ്പോൾ വേട്ടമൃഗം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ബാക്കിയുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് അണ്ടർ പവേർഡാണ്. എവിടെയാണ് ഇത് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ. പുറത്തോട്ട് ഓടിക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ വേറെ സ്റ്റേറ്റുകളിലോട്ടൊക്കെ പോവുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഡാക്ക് റൈഡൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, ഈ വണ്ടിയും കൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് റൈഡ് പോകുമ്പോൾ, അതായത് ഇപ്പോൾ ADV 390യും ഹിമാലയനും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പിൽ ഈ വണ്ടിയും കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് 145 ആണ് ഞാൻ മാക്സിമം കണ്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ മാക്സിമം 120 വരെ കയറിയിട്ടുള്ളൂ ഈ വണ്ടിയിൽ. അപ്പോൾ ഈ 145 എത്താനായിട്ട് ഈ വണ്ടിയിൽ വൈബ്രേഷൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അത് കുറച്ച് സ്ട്രഗിൾ ചെയ്താണ് ഈ ടോപ്പ് എൻഡൊക്കെ കയറുന്നത്. ഓക്കെ, ആഫ്റ്റർ 110 ഒക്കെ കഴിയുമ്പോൾ കുറച്ച് വണ്ടിയുടെ സൈഡിൽ നിന്ന്, എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കും. അതായത് കഷ്ടപ്പെട്ടാണ് കയറുന്നതെന്നുള്ളൊരു സാധനം കാണിക്കും. ഭയങ്കര കഷ്ടപ്പെട്ടല്ല, ബട്ട് ഒരു സ്ട്രഗിൾ കാണിക്കും.
കമ്പയർഡ് ടു ADV 390 അതേപോലെ തന്നെ ഹിമാലയനും. ആ 2 വണ്ടികളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 150 പിടിക്കാൻ പറ്റും. അറിയത്ത് പോലുമില്ല. ഹിമാലയനിൽ ഞാൻ കൈ കൊടുത്ത സമയത്ത് എങ്ങനെ അത് കയറി പോകുന്നത് സത്യം പുതിയ ഹിമാലയൻ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോവും. എഞ്ചിൻ വൈസ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഹിമാലയൻ്റെ കേസിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു. ബട്ട് ക്വാളിറ്റി ഇഷ്യൂസ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ കമ്പാരിസൺ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ മനസ്സിലാവും. അപ്പോൾ അതാണ് പ്രശ്നം. നമ്മളിതേപോലെ ഗ്രൂപ്പ് റൈഡ് പോകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു ഹൈവേ ഒക്കെ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ടോപ്പ് എൻഡ് പിടിച്ച് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മെഷീൻ അല്ല ഇത്. ബിക്കോസ് അത്രയും എന്താ പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ അതാണ് അണ്ടർ പവേർഡ് എന്നുള്ള ഇതിൽ പറഞ്ഞത്. അല്ലാതെ പവറേ ഇല്ല എന്നല്ല. ഓക്കെ, കേരളത്തിൽ ഓടിക്കാൻ ഇത് സഫീഷ്യൻ്റ് ആണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പൊളിച്ച് ഓടിക്കാൻ പറ്റും. ബട്ട് പുറത്തോട്ട് ഇതേപോലെ ഹൈവേയിൽ ഇതേപോലെ ഗ്രൂപ്പ് റൈഡൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിങ് ആണ്. ഓക്കെ, സോ അതാണ് അണ്ടർ പവേർഡ്. ഇനി തേർഡ് പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു തന്നെ വൈബ്രേഷൻസ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 5000 RPM 5000 RPM കഴിയുന്ന സമയം തൊട്ട് വണ്ടി നല്ല വൈബ്രേഷൻ. ആദ്യമേ നോർമൽ വൈബ്രേഷൻ വണ്ടികൾക്കുള്ള പോലെ വൈബ്രേഷൻസ് ഇതിലുണ്ട് കേട്ടോ. പക്ഷേ ഈ 5000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ നല്ല വിസിബിൾ വൈബ്രേഷൻസ് എവിടെയൊക്കെയെന്ന് വെച്ചാൽ ഹാൻഡിൽ ബാറിൽ, ഫുഡ് പെക്കിൽ, സീറ്റിൽ, ടാങ്കിൻ്റെ സൈഡിൽ, മിറേഴ്സിൽ എല്ലാ സ്ഥലത്തും വൈബ്രേഷൻസ് ഉണ്ട്. ഈവൻ നിങ്ങളിപ്പോൾ ഗ്ലൗസ് ഇടാതെ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഇത് എപ്പോഴും ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എറണാകുളം പോയ ടൈമിൽ ഒരു തവണ അത്യാവശ്യം തണുപ്പുള്ള സമയമാണ്, ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തില്ല. ബിക്കോസ് എൻ്റെ അന്നത്തെ കയ്യിലുണ്ടായിരുന്ന ഗ്ലൗസ് വെച്ചാൽ കുറച്ച് സ്റ്റിഫാണ്. കുറേ നേരം ഓടിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തായിട്ട് വേദന വരും. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു. അവിടെ ചെന്ന സമയത്ത് അതായത് ഏകദേശം ഒരു 100 കിലോമീറ്ററിൽ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ കൈ എനിക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. ആ രീതിയിൽ വൈബ്രേഷൻ ഉണ്ടെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബിക്കോസ് എൻ്റെ സ്പീഡ് എബോവ് 90 ആയിരുന്നു. ഒരു 85 to 95 ആ ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ സ്പീഡ് വരുന്നത്. അത്യാവശ്യം നല്ല വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു. ഹാൻഡിൽ ബാറിൽ നല്ല വൈബ്രേഷൻസ് ഉണ്ട്. നമ്മുടെ കൈ നല്ല രീതിക്ക് മരവിക്കും ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ അതിനുശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ റൈനോക്സിൻ്റെ ഹീലിയം GT എന്ന് പറഞ്ഞ ഗ്ലൗസാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ യാതൊരു പ്രോബ്ലവും ഇല്ല കേട്ടോ. നമുക്ക് ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് വൈബ്രേഷൻസ് അങ്ങനെ അറിയുന്ന രീതിയിലൊന്നുമില്ല. ഈ ടാങ്കിൻ്റെയും സീറ്റിൻ്റെയും അതുപോലെ ഫുഡ് പാക്കിൻ്റെയും കാര്യം ഷൂസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും വരത്തില്ല. അപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈബ്രേഷൻസ് നല്ല രീതിക്ക് വൈബ്രേഷൻസ് ഉണ്ട് കമ്പയർഡ് ടു ഹിമാലയൻ ആൻഡ് ADV 390. സോ അതാണ് വൈബ്രേഷൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ എഗെയിൻ ഇതും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്ത് ഒരു 85-90 ആ റേഞ്ചിൽ മാക്സിമം ക്രോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരത്തില്ല. ലോങ് ടൂറിലാണെന്നുണ്ടെങ്കിലും കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ അല്ല നിങ്ങൾ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾ വണ്ടി മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ കൈമര വയ്ക്കും നല്ല രീതിക്ക്. ഓക്കെ, സോ അതാണ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ ടാങ്ക് റേഞ്ചാണ് കുട്ടികളെ. ടാങ്ക് റേഞ്ച്, ഈ ടാങ്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ടാങ്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. കാര്യം ഇതിൻ്റെ ക്രാഷ് ഗാർഡും കൂടെ വരുമ്പോഴത്തേക്ക് വലിയൊരു വണ്ടി, അതായത് ഒരു 1000 cc വണ്ടി വരുന്ന പോലത്തെ ഒരു ഫീല്. കുറഞ്ഞ ഒരു 600 cc എങ്കിലും തള്ളിയതാണ്. ഒരു 600 cc എങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും വണ്ടിയുടെ. പക്ഷേ ഇതിന് 11.5 ലിറ്ററേ ഉള്ളൂ ടാങ്ക് കപ്പാസിറ്റി. ഒരു 30 മൈലേജാണ് കമ്പനി പറയുന്നത്. ആ ഒരു മൈലേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഇത് എത്ര കിലോമീറ്റർ പോകുന്നത്. അതേസമയം ഇതും ഈ ഒരു പ്രശ്നം വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് റൈഡ് ചെയ്യുന്ന സമയത്താണ്. ഗ്രൂപ്പ് റൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹിമാലയനും ADV 390 ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിലാണ് നിങ്ങൾ റൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കുറച്ച് ഹയർ CC വെഹിക്കിൾസുമായിട്ട് ആണ് നിങ്ങൾ റൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വണ്ടി സഫീഷ്യൻ്റ് അല്ലാതെ വരും. അതായത് ഫ്യൂലിങ്ങിനായിട്ട് നിങ്ങൾ വീണ്ടും പമ്പ് കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഒരു ടൂറിങ്ങിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ വണ്ടി. ഓഫ് റോഡിങ്ങിനെക്കാട്ടിലും ടൂറിങ്ങിന് കൂടുതൽ കംഫർട്ട് കൊടുത്ത് ചെയ്തേക്കുന്നൊരു വണ്ടിയിൽ ഇതേപോലെ ടാങ്ക് റേഞ്ച് ഇത്ര കുറച്ച് കൊടുത്തേക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. നിങ്ങൾക്കിത് ഓവർകം ചെയ്യാം, ഞാനത് നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ പറയാം എന്തുകൊണ്ടാണ്, എന്നിട്ട് ഞാനിത് എടുത്തതെന്നുള്ള കാര്യം പറയാം. ബട്ട് ടാങ്ക് റേഞ്ചിൻ്റെ കേസിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. കുറച്ചുകൂടെ നമ്മൾ ഒരു 15 ലിറ്ററെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ടാങ്ക് കപ്പാസിറ്റിയുടെ കേസിൽ എനിക്ക് എടുത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടിയുടെ ഒരു മൈനസായിട്ട് എനിക്ക് പറയാനുള്ളതല്ല, ഇത് ഓൾറെഡി ഞാൻ റീലിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബട്ട് സ്റ്റിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഓൾ പർപ്പസ് വണ്ടിയായിട്ടല്ല. ഓക്കെ, ഇതൊരു ടൂറിംഗ് മെഷീനായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു വണ്ടിയുണ്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട്, എൻ്റെ LFC ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി ഇരിപ്പുണ്ട്. കൂടാതെ ടൂറിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാണ്. ബിക്കോസ് ടൂറിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം എടുത്ത് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം.
പക്ഷേ ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും കൂടെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇത് ഒരു ട്രാഫിക്കിൽ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയല്ല. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഹീറ്റ് വരും. കാര്യം നമ്മുടെ ഫീറ്റ് ഇതാ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടിൽ നിന്ന് ചൂടടിച്ചത് കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് ചൂടടിക്കും. നിങ്ങൾ ഒരു എന്താ പറയുന്നത് ട്രൗസേഴ്സും അല്ലെങ്കിൽ എന്താ പറയുക 3/4 ഇട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കാലിൽ ചൂടടിക്കും. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊരു ടൂറിങ്ങിന് ഡിസൈൻ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി വണ്ടിയുടെ പ്രശ്നമല്ല, പക്ഷേ നമ്മുടെ പർപ്പസ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ സിറ്റി ട്രാഫിക്കിൽ അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയല്ല എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസാണ്. ഈ വണ്ടി ഭയങ്കരമായിട്ട് കേപ്പബിളാണ്, അടിപൊളിയാണ്. ഈവൻ ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് കുറച്ച് ഓഫ് റോഡിങ് ഉണ്ട്. ഇവിടെ മലയും കുന്നൊക്കെ ഉള്ള വഴി ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് കയറി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും. ഞാൻ ഈവൻ സാഡിൽ പോലും ചെയ്യാണ്ട് ഇരുന്നുകൊണ്ടാണ് വണ്ടി ഓടിച്ചത്. ഈസി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ BS4 വേർഷനിലാണെന്നുണ്ടെങ്കിലും സ്വിച്ചബിൾ ആയിരുന്നു ABS. ഇപ്പോൾ നമുക്ക് ABS സ്വിച്ചബിൾ അല്ല. ABS സ്വിച്ചബിൾ ആവുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ പവർ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ABS ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 വീലിൽ ലോക്കായിട്ട് നിങ്ങൾക്കത് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകും. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ BS4 വേർഷനിൽ സ്വിച്ചബിൾ ആയിരുന്നു ABS. പോരാത്തതിന് ഇതിൽ റൈഡിങ് മോഡ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ABS ഓണാണ്. ഓഫ് റോഡിങ്ങിനും ABS ഓണായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഞാൻ പറഞ്ഞല്ലോ ആക്സസറീസ് വെക്കേണ്ടി വരും. അത് ഞാൻ നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ പറയാം, ഡീറ്റെയിൽഡായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കാര്യം കൊണ്ടുണ്ട്. പ്രോപ്പറായിട്ട് ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഈവൻ വീലാണെങ്കിൽ അലോയ് വീലാണ്. ഇപ്പോൾ സ്പോക്ക് വീൽസ് ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വേണ്ട സ്വിച്ചബിൾ ABS ആയിരുന്നുണ്ടെങ്കിലും വീല് നമുക്ക് മാറ്റിയിട്ട് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ABS ഇതാണ് ഓണാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വീൽസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽസാണ്. അപ്പോൾ ബാക്കി വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഓഫ് റോഡിങ്ങിന് ഭയങ്കരമായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പൊളിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഇതേപോലെ വണ്ടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്തേക്കുന്ന റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് ഹാർഡ് കോർ ഓഫ് റോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നതല്ല. കൂടുതലും ടൂറിങ്ങിനാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ബട്ട് ടൂറിങ്ങിന് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ടാങ്ക് റേഞ്ചും ഇല്ല. അതാണ് വിയേർഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതാണ് മൈനസായിട്ട് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തത്, ഈ 2 കാര്യങ്ങൾ. അപ്പോൾ ഈ വണ്ടിയിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ലെന്നല്ല, പ്ലീസ് നോട്ട്. ഈ വണ്ടിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ വണ്ടി അതിനുള്ള റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മൈനസസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും ഇവൻ എന്തിനാണ് ഈ വണ്ടി എടുത്തത്. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത്രയും മൈനസസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ വണ്ടി തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പോവാണ്. ഇത്രയും നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞതിന് ശേഷവും ഈ നെഗറ്റീവ്സ് പറയുന്നത് ഞാൻ തന്നെ ഈ ഒരു വണ്ടി എടുത്തത് എന്തുകൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇതിലോട്ട് കടക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ആൾക്കാരും വണ്ടി എടുക്കേണ്ടത് നമ്മുടെ അനുസരിച്ചിട്ടുള്ള നമ്മുടെ പ്രിഫറൻസസ് ഉണ്ടാവും. ഓരോ ആൾക്കാരൊക്കെ വണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടി ചൂസ് ചെയ്യുന്നു എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിഫറൻസസ് നിങ്ങൾ അറിയണം. എൻ്റെ ചോയ്സസ് ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടിയിലേക്ക് എത്തി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സഹായകമാവും. ഓക്കെ, അപ്പോൾ ഞാൻ അതിലോട്ട് പോവാണ്. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഞാൻ പറയാം. എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് നേക്കഡാണ്, FC ആണ്. FC വേർഷൻ 2 ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ് ഈ ഒരു 300cc എൻജിനിലോട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ സെഗ്മെൻറ്റിൽ ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് എടുത്ത് വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് അണ്ടർ പവേർഡ് എന്നുള്ളൊരു സംഭവം. അണ്ടർ പവേർഡ് എന്നുള്ളൊരു ഫാക്ടർ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ഗ്രൂപ്പ് റൈഡ് ചെയ്യുന്ന ആൾ, 2 നിങ്ങളിപ്പോൾ ഒരു 300cc എൻജിൻ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 200cc അറ്റ്ലീസ്റ്റ്, അതായത് ഇപ്പോൾ ഡ്യൂക്കും NS ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അതിൽ നിന്ന് നിങ്ങളൊരു ടൂറിംഗ് മെഷീനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഇതിൻ്റെ ഒരു അഗ്രഷൻ നിങ്ങൾക്ക് മതിയാവാതെ വരും. കാര്യം അത്രയ്ക്ക് അഗ്രസീവായിട്ടുള്ളൊരു വണ്ടിയല്ലത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഒന്ന് കാമായിട്ടുള്ള ഒരു എഞ്ചിനാണെന്ന് പറയേണ്ടി വരും. കുറച്ചുകൂടെ കമ്പോസ്ഡ് ആയിട്ടുള്ള ടൂറിങ്ങിനായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു മെഷീനാണിത്. ഇതിൻ്റെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഇതേപോലെ അഗ്രസീവായിട്ടുള്ളൊരു നേക്കഡ് ഓടിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ട് ഓടിച്ചിട്ട് അതിൽ നിന്ന് ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഓഫ് റോഡർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂറർ, കുറച്ച് ഹൈവേസൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. കംഫർട്ടബിളാണ്, ബട്ട് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫാക്ടർ പറയാനുള്ളത്. ഓക്കെ,
അണ്ടർ പവേർഡ് എന്നുള്ള ഫാക്ടർ എനിക്ക് ബാധകമല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഞാനൊരു 150 cc അപ്ഗ്രേഡ് ചെയ്യുന്ന ആളാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഗ്രൂപ്പ് റൈഡ്സ് ചെയ്യാറില്ല. എനിക്ക് സോളോ റൈഡ്സാണ് ഇഷ്ടം. അതിൻ്റെ റീസണും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എറണാകുളത്ത് പോകണമെന്ന് കരുതിക്കോ. എറണാകുളത്ത് പോകുന്ന വഴിക്ക് ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടു, അത്യാവശ്യം നല്ല ഗ്രാമം ഗ്രാമം പോലത്തെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരെ വണ്ടി അങ്ങോട്ടേക്ക് തിരിക്കും. അവിടുത്തെ ഏതെങ്കിലും ചായക്കടയിൽ പോയി ചായ കുടിക്കും, അവിടെ പാട്ടൊക്കെ കേട്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യും. 10 മണിക്ക് എറണാകുളത്ത് എത്തേണ്ട ഞാൻ ചിലപ്പോൾ 11, 11:30, 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എറണാകുളത്ത് എത്തുന്നത്. അങ്ങനെ ടൈപ്പ് ഓഫ് പേഴ്സണാണ് ഞാൻ. ഓക്കെ, അല്ലെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ട്രിപ്പിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ പോകുന്ന ജേണി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടാവും, എല്ലാ ആൾക്കാരും ഇതേപോലെ ആണെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രൂപ്പ് റൈഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കാര്യം, ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം ദഹിക്കണമെന്നില്ല. ചില ആൾക്കാർ ഭയങ്കര വെപ്രാളമുള്ള ആൾക്കാരായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് നമ്മളിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ട്രിപ്പ് പോകുകയാണെങ്കിൽ കാറിൽ പോയി കഴിഞ്ഞാലും വെപ്രാളമാണ്. അയ്യോ തിരിച്ചപ്പോൾ നമ്മൾ പോകുന്നത്, ഫുഡ് എപ്പോൾ കഴിക്കും, അങ്ങനെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ട് സുഖമായിട്ട് ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ഓക്കെ അവിടെ ഒരു കട കാണുന്നു, അവിടെ പോയി കഴിക്കാം, അങ്ങനെയുള്ളൊരു വൈബാണ്. അല്ലാതെ ഇത്ര മണിക്ക് കഴിക്കണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കറക്റ്റായിട്ട് ഈ വെപ്രാളം പിടിച്ച് ഓടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഗ്രൂപ്പ് റൈഡ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിലും വേറൊരാളുടെയും കൂടെ കംഫർട്ട് നമ്മൾ നോക്കേണ്ടി വരും ഗ്രൂപ്പിൽ. ഓക്കെ, സോ അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഗ്രൂപ്പ് റൈഡ്സ് ചെയ്യാറില്ല, ഞാൻ സോളോ റൈഡ്സാണ് കൂടുതലും ചെയ്യാറില്ല. പക്ഷേ അതിനുള്ള ധൈര്യം വന്നത് ഈ വണ്ടി വന്നതിന് ശേഷമാണ്. അതുവരെ എനിക്ക് ധൈര്യമില്ലായിരുന്നു, ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ധൈര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടി വന്നതിന് ശേഷം ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻറ്റ്, അതായത് അണ്ടർ പവേർഡ് എന്നുള്ളൊരു ഫാക്ടർ നമുക്കവിടെ വിടാം. ഓക്കെ, സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് നെറ്റ്വർക്ക്. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വൈഡായിട്ടുള്ള ഒരു K2K റൈഡോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്ലാൻ ചെയ്യുന്നില്ല. ബട്ട് ചെയ്തു കഴിഞ്ഞാലും ഞാൻ റോഡ് സൈഡ് അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്, റോഡ് സൈഡ് അസിസ്റ്റൻസിലോട്ട് മാറ്റാവുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ BMW ഞാൻ എടുത്തു പറയാം, ഭയങ്കരമായിട്ട് എഫിഷ്യൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എവിടെ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും വണ്ടി അവർ പ്രോപ്പറായിട്ട് അത്ര നല്ല രീതിക്കുള്ള ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഹാൻഡ്സ് ഡൗൺ അത് പറയാം. ഓക്കെ, അത്ര നല്ല രീതിക്കാരും ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ്, റോഡ് സൈഡ് അസിസ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എവിടെ പോയിട്ട് വണ്ടി കേടായി കഴിഞ്ഞാലും എത്ര നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളെ വണ്ടി റെഡിയാക്കി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പോയിൻ്റ് പോയത്. തേർഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സഫർ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഗ്ലൗസ് യൂസ് ചെയ്യാണ്ട്. ഇപ്പോൾ എൻ്റെ ഗ്ലൗസ് ഉണ്ടായിരുന്നു, പക്ഷേ നേരത്തെയുള്ള ഗ്ലൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ഷെല്ലുള്ള ടൈപ്പ് ഗ്ലൗസാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ലോങ് ടൂറിങ്ങിന് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേദന എടുക്കും. ബിക്കോസ് എൻ്റെ ഹാൻഡ് പോസ്റ്റർ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഹാൻഡ് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹാൻഡ് ഞാൻ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് ഹാൻഡിൽ ബാറിൽ. ഈ 2 ഫിംഗേഴ്സ് ഇവിടെയും ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ സ്ട്രെച്ച് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല പെയിനാണ്. ഇതിങ്ങനെ തന്നെ വെച്ചാൽ ഞാൻ ഓടിക്കുന്നത് പാസ്ലൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയാം, പ്രോബ്ലംസ് പറയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, പക്ഷേ ഞാൻ അതിന് ശേഷം നമ്മുടെ റൈനോക്സിൻ്റെ ഹീലിയം GT എന്ന് പറഞ്ഞ ഗ്ലൗസിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ആ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. സോ ഞാൻ പിന്നെ ഓടിക്കുന്ന സ്പീഡും അങ്ങനെയാണ്. ഇപ്പോൾ 120ക്ക് എബോവ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് അന്വയം ചെയ്യുന്ന രീതിയിൽ, അതായത് ഫുട് പെക്കിലും ഈവൻ ഷൂസ് ഇടാതെയൊക്കെ ഷൂസ് ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 120ക്കൊക്കെ എബോവ് പോകുമ്പോഴാണ് നല്ല രീതിക്കുള്ള വൈബ്രേഷൻസ്, ഈവൻ ഗിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും വൈബ്രേഷൻ വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 70 to 90 ആണ്. 90ഒക്കെ ഓപ്പൺ റോഡ് കിട്ടുകയാണെങ്കിൽ മാത്രമുള്ള സ്പീഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ 70-80 റേഞ്ചിലാണ് ഞാൻ നോർമലി വണ്ടി ഓടിക്കാറുള്ളത്. സോ വിത്ത് ഗ്ലൗസ് എനിക്ക് ടൂർ ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. അപ്പോൾ അതാണ് തേർഡ് പോയിൻ്റ് മാറ്റാനുള്ള കാര്യം. ഫോർത്ത് പോയിൻ്റ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടാങ്ക് റേഞ്ച് ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ. ബിക്കോസ് എനിക്ക് കുറച്ചുകൂടെ ടാങ്ക് റേഞ്ച് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചാഞ്ചാട്ടമായിട്ട് നിന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ്, ജെറി ക്യാൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഫ്യൂവലും വാട്ടറൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബാഗ് പോലത്തെ ഒരു കന്നാസ് പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 5 ലിറ്റേഴ്സിൻ്റെ 2 ജെറി ക്യാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ലിറ്റർ ഫ്യൂവൽ എക്സ്ട്രാ ക്യാരി ചെയ്യാം. അപ്പോൾ ടാങ്ക് റേഞ്ച് നമുക്ക് കൂട്ടാവുന്നതാണ് അവിടെ. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് മാത്രമായിട്ട് ഞാൻ ഈ വണ്ടി എടുക്കാണ്ടിരിക്കണം എന്നെനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ജെറിക്കാൻ ഇപ്പോൾ നെക്സ്റ്റ് അപ്ഗ്രേഡിൽ ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് ഓഫ് ആക്സസറീസ് വെക്കുമ്പോൾ സാഡിൽ സ്റ്റേ, അതേപോലെ തന്നെ ടയർ ഹഗ്ഗർ, അതേപോലെ ഇത് ജെറിക്കാൻ, ടോപ്പ് ബോക്സ്, അതൊക്കെയാണ് നെക്സ്റ്റ് ഇനി അടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസ്. എൻ്റെ കേസിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല.
ഇനി ഞാൻ എടുത്ത് പറഞ്ഞ ഇതൊരു ഓൾറൗണ്ടർ അല്ല, ഓൾ പർപ്പസ് ബൈക്ക് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 വണ്ടികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഞാൻ കൊടുക്കാണ്ടാണ് ഈ വണ്ടി മേടിച്ചത്. ആ കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഒന്ന് ഇമോഷണൽ ഒരു സാധനമുണ്ട്, സെക്കൻഡ് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യമാണ്. അത് എടുക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ബിക്കോസ് ഞാൻ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ആ വണ്ടി യൂസ് ചെയ്യുള്ളൂ എന്ന് നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ വണ്ടിയുടെ ക്യാരക്ടേഴ്സ് എനിക്ക് നേരത്തെ തന്നെ അറിയാം. ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്കറിയായിരുന്നു ഇതൊരു ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സിറ്റി ബൈക്ക്. ഓക്കെ, അപ്പോൾ സിറ്റിയിൽ നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓടിക്കാൻ പറ്റിയൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ബൈക്ക് അല്ല ഇതെന്ന് എനിക്ക് നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. സോ ഞാൻ നോർമലി ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് എൻ്റെ മറ്റേ വണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ടൂറിങ്ങിന് മാത്രമായിട്ട് ഈ വണ്ടി എനിക്ക് എടുക്കാം, കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ 5th പോയിൻറ്റ് എനിക്ക് റെലവൻ്റ് അല്ല. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കാര്യം പറയണമല്ലോ, അതായത് സിറ്റി ട്രാഫിക്കിൽ എങ്ങനെയാണ്, കംഫർട്ടബിൾ ആണോ, എന്തൊക്കെയാണ് ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മാസമായിട്ട് ഞാൻ ഈ വണ്ടി സിറ്റിയിൽ ഇപ്പോൾ ഫുൾ പർപ്പസിന് എല്ലാത്തിനും ഞാൻ ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ വണ്ടി എടുക്കാറില്ല. അതിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, സസ്പെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ സീൽ മാറ്റാനുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ വണ്ടിയാണ് ഞാൻ ഫുള്ള് യൂസ് ചെയ്തത്. അത് വെച്ചിട്ടാണ് നിങ്ങളടുത്ത് ഞാൻ ആ ഒരു സിറ്റിയിലെ ഡിസ്കംഫോർട്ടിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ എന്നെ ഈ 5ാമത്തെ പോയിൻറ്റ് എന്നെ സംബന്ധിച്ച് അത് വാലിഡ് അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഓഫ് റോഡിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓഫ് റോഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരാളാണ്. പക്ഷേ സ്വന്തമായിട്ടാണ് ഞാൻ ഈ ചെയ്തതും ഒക്കെ പഠിച്ചതും ഒക്കെ സ്വന്തമായിട്ടാണ്. ഈവൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചതും സ്വന്തമായിട്ടാണ്. ഒരു 80% സ്വന്തമായിട്ടാണ്, 20% എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് വെച്ചാൽ മറ്റേ ഒരു കുഞ്ഞ് ബേബി എന്ന് പറയില്ലേ ഓഫ് റോഡിങ്ങിന്, അതാണിപ്പോൾ. ഓക്കെ, എനിക്ക് വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് യാതൊരു മൈൻഡും ഇല്ലായിരുന്നു. ഓക്കെ, പതിയെ, അതായത് ഇതിൻ്റെ എല്ലാ ആക്സസറീസും വെച്ച് ഏകദേശം ഒരു 1.5 വർഷത്തേക്ക് ഇതിൽ കംപ്ലീറ്റ് ടൂറിങ്ങിനായിട്ട് വേണ്ടി മാത്രം യൂസ് ചെയ്തതിന് ശേഷം ടയർ മാറുമല്ലോ. ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ടയർ എന്ന് വെച്ചാൽ മെറ്റ്സലേഴ്സിൻ്റെ ടൂറൻസ് എന്ന് പറഞ്ഞ ടയറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, അലോയ് വീൽസാണ്. അപ്പോൾ പക്ഷേ അന്യായ റോഡ് ഗ്രിപ്പ്, ഓഫ് റോഡിങ്ങിനാണെങ്കിലും ഓൺ റോഡ് കണ്ടീഷൻസിലാണെങ്കിലും അന്യായ റോഡ് ഗ്രിപ്പും അതേപോലെ തന്നെ പെർഫോമൻസുമാണ് ഈ ടയർ തരുന്നത്. അപ്പോൾ അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പക്ഷേ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ടയറിൻ്റെ കാലാവധി കഴിഞ്ഞ് മാറ്റുന്ന സമയത്ത് ഞാനിത് സ്പോക്ക് വീൽസിലോട്ട് മാറ്റും. അതേപോലെ തന്നെ സ്പോക്കിലോട്ട് മാറ്റുന്ന സമയത്ത് ഏകദേശം ഒരു എക്സ്പെൻസ് ഞാൻ പിന്നെ പറയാം. പിന്നെ എക്സ്ട്രാ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ABS സ്വിച്ചബിൾ അല്ല. BS4 വേർഷനിൽ ABS സ്വിച്ചബിൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൽ ABS സ്വിച്ചബിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ടയർ മോഡിഫിക്കേഷൻ കൂടെ വരുത്തി കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത വണ്ടിയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം ലോ ആൻഡ് ടോർക്കും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഞാൻ ഈ കിടക്കുന്ന ടെറൈനിൽ ഫുൾ ഓടിച്ച് കയറ്റിയ സമയത്ത് എനിക്ക് ഒറ്റയ്ക്കാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് ഈ ഒരു വിജനമായിട്ടുള്ള പ്രദേശത്ത് വന്ന് വീഡിയോ എടുക്കാനായിട്ട് ഈ വണ്ടി കൊണ്ട് കയറണം എന്നുണ്ടെങ്കിൽ അറിയാലോ, അത്രയ്ക്ക് സപ്പോർട്ട് തരുന്നുണ്ട് വണ്ടി. അപ്പോൾ ABS സ്വിച്ചബിൾ ആയിരുന്നു. എന്നിട്ട് BS6 ഇറക്കിയ സമയത്ത് അതെടുത്ത് മാറ്റി. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണെന്ന് എടുത്ത് പറയേണ്ടി വരും. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ടൂറിങ്ങിന് കൂടുതൽ ഫോക്കസ് ചെയ്താണ്. എന്നിട്ട് അവന്മാർ ടാങ്ക് 11.5 ലിറ്റർ ടാങ്ക്, എനിക്ക് അതിലാണ് അറ്റ്ലീസ്റ്റ് ആ ABS എടുത്ത് കളഞ്ഞു. ഓക്കെ, സ്വിച്ചബിൾ ABS മാറ്റി, എന്നിട്ട് ടാങ്ക് ഒരു 15 ലിറ്റർ ആക്കിയിരുന്നെങ്കിൽ ശരി, നമുക്കത് പറയാമായിരുന്നു. പക്ഷേ ടാങ്ക് സെയിം വെച്ചിട്ട് ABS എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഇറ്റ്സ് റിയലി ഫ്രസ്ട്രേറ്റിംഗ് ഗൈസ്. അപ്പോൾ അതാണ് എനിക്കെടുത്ത് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ എക്സ്പെൻസസ് ഞാൻ പറയാം. അതായത് നമ്മളിപ്പം ഓഫ് റോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടയർ മാറ്റുന്ന സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് 55,000 രൂപയാണ് പറഞ്ഞത്. അത് ഒരു വണ്ടി എടുത്ത സമയത്ത് ഞാൻ ചോദിച്ച സമയത്താണ് കേട്ടോ. ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റുമ്പോൾ ഒരു 60,000 65,000 രൂപ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ക്രാഷ് ഗാർഡ് 20,000 ഞാൻ പറഞ്ഞല്ലോ. ക്രാഷ് ഗാർഡും ഹാൻഡ് ഗാർഡും കൂടെ 20,000 അടുപ്പിച്ചാണ്. ഇതല്ല കേട്ടോ, ബാക്ക് ബസ്റ്റേഴ്സിൻ്റെയൊക്കെ നിങ്ങൾ നല്ല ബ്രാൻഡഡ് സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആവും. 10,000 രൂപ തന്നെ ഹാൻഡ് ഗാർഡിന് തന്നെ ആവും. അപ്പോൾ അത് ഓക്കെ. ഇപ്പോൾ സ്റ്റിൽ ഞാൻ ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു 20,000 പ്ലസ് 80,000 പിന്നെ സാഡിൽ സ്റ്റേ വെക്കുക ഒരു 5,000 അതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ബാഷ് പ്ലേറ്റും ഇതും കൂടെ ചേർത്താണ്, റേഡിയേറ്റർ ഗ്രില്ലും കൂടെ ചേർത്തിട്ട് ഒരു 8,000 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 88. പിന്നെ നമ്മൾ ബാക്കി മോഡിഫിക്കേഷൻസ് PPF ഒരു 15 കൂട്ടുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു 1 lakhന് നമ്മൾ മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് റോഡിങ്ങിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു മൈനസായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ എക്സ്പൾസിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് പഴയ ഹിമാലയൻ വേർഷനിൽ നിന്ന് ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഇതൊരു പറ്റിയ ഓഫ് റോഡർ ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയും. ഡെഫിനറ്റ്ലി ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല.
എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുറേ നമ്മൾ പൈസ ചിലവാക്കി ഇത് കുറച്ച് മോഡിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഓഫ് റോഡിങ്ങിന് വണ്ടി സേഫായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് പണി കിട്ടും. വണ്ടിക്ക് പണി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ അഫോർഡബിൾ അല്ലാത്ത ഒരാളാണ്, കഷ്ടിച്ച് വണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ ആളുടെ കയ്യിൽ നിന്ന് പൈസ പുട്ടുപോലെ പൊടിയും. ഓക്കെ, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, പക്ഷേ അതേസമയം ഹിമാലയൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ADV 390 ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല. ഈവൻ വീണ് കഴിഞ്ഞാലും മറിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് നെഗറ്റീവിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഈ അണ്ടർ പവേർഡ് കാറ്റഗറിയിൽ ഞാനൊരു കാര്യം വിട്ടുപോയി. ഇപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഒരു 150cc ഒരു പാസീവായിട്ടുള്ള ഒരു ഭയങ്കര കാമായിട്ടുള്ള ഒരു എഞ്ചിനാണ് FC-യുടെ, അറിയാലോ. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു 200cc ഓടിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് ഡ്യൂക്കോ NSO ഒക്കെ RSO R15 ഒക്കെ ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിരിക്കും വണ്ടി. ആ അഗ്രഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട് എടുത്ത് ഓടിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇനി എനിക്കൊന്ന് അഗ്രസീവായിട്ട് ടൂർ ചെയ്യാൻ അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ഓഫ് റോഡ് ചെയ്യാനായിട്ട് ഉള്ളൊരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ വണ്ടി സത്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അമ്മാവൻ വണ്ടിയായിട്ട് തോന്നും. ഭയങ്കര കംഫർട്ട് തരുന്നൊരു വണ്ടിയാണ്, സുഖിപ്പിച്ച് നമ്മളെ നിർത്തുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ. അല്ലാത്ത ആൾക്കാരൊക്കെ ഇതെന്ത് ബോറിംഗ് ആണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ, അതാണ് പ്രശ്നം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അണ്ടർ പവേർഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, എനിക്കറിയാം ഒരുപാട് ആൾക്കാരൊക്കെ വിഷമമായിട്ടുണ്ട് ഞാൻ കുറേ നെഗറ്റീവ്സ് പറഞ്ഞപ്പോഴത്തേക്ക്. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, അത് പേഴ്സ്പെക്റ്റീവാണ്. ഇപ്പോൾ എനിക്ക് വണ്ടി അടിപൊളിയാണ്, പക്ഷേ എൻ്റെ കൂട്ടുകാരന് ചിലപ്പോൾ ADV 390 ഉള്ള ആളോ എന്താ ബോറിംഗ് ആണ് ഈ വണ്ടി ഓടിക്കാൻ എന്തുകൊണ്ടാണ്? ബിക്കോസ് അവൻ ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ത്രോട്ടിൽ റെസ്പോൺസും അതിൻ്റെ ഒരു അഡ്രിനാലിൻ റഷും കാര്യങ്ങളും ഒന്നും ഇത് ഓടിക്കുമ്പോൾ കിട്ടില്ല. ഇത് ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ കാമായിട്ട് എൻജോയ് ചെയ്ത് വൈബ് ചെയ്ത് ആൾക്കാരുടെ അറ്റൻഷനൊക്കെ കിട്ടി നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ പോകേണ്ട ഒരു ബൈക്കാണ്. സ്ലോയിൽ ആൾക്കാരെയൊക്കെ കണ്ടിങ്ങനെ കണ്ടാവും BMW എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് ഓടിച്ച് പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബൈക്കാണ് എന്ന് പറയേണ്ടി വരും. സോ അതാണ് കാര്യം. സോ ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടായിട്ടും വൈ ഐ ലവ് ദിസ് ബൈക്ക്, അതാണ് നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്ര കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ തെറി വിളിക്കുന്നതിന് മുമ്പ് ഈ സെഗ്മെൻറ്റ് ഒന്ന് കാണുക കേട്ടോ ഗൈസ്. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ GS 310 പോസിറ്റീവ് സൈഡ്സാണ് ഇനി പറയാൻ പോകുന്നത്. നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, പോസിറ്റീവ് സൈഡും കൂടെ പറയണ്ടേ. അപ്പോൾ ഫസ്റ്റായിട്ട് പറയാനുള്ള ഈ വണ്ടിയുടെ ഒരു കംഫർട്ടാണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു GS 310 എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ ഞാൻ നേരത്തെ സസ്പെൻഷൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 180 mm ട്രാവലാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. അതേപോലെ തന്നെ ഹിമാലയനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 200 mm ആണ്. ബട്ട് സ്റ്റിൽ ഇത് അതിനെക്കാട്ടിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കംഫർട്ട് എങ്ങനെയാണെന്ന്. അതേപോലെ തന്നെ സീറ്റിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും അന്യായ കംഫർട്ടാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ ബെറ്റർ ടൂറിംഗ് മെഷീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ്സ് ഡൗൺ GS 310 ആണ് ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൂറിംഗ് മെഷീൻ എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് പോയിൻറ്റ് നമ്മുടെ ഈ ലോഗോയാണ്, BMWൻ്റെ ഈ ഒരു ലോഗോയാണ്. ഈ ഒരു ലോഗോയുടെ പവർ നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വില്ലേജ് ഏരിയയിലോട്ട് പോകണം. അപ്പോൾ ഓരോ കുഞ്ഞു കുട്ടികൾക്കും അറിയാൻ പറ്റും BMW എന്ന് പറയുന്ന ഈ ഒരു ലോഗോ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയ ഒരു ലോഗോയാണ്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ബൈക്ക് അവിടെ യുണീക്കായിട്ട് നിൽക്കും, ഭയങ്കരമായിട്ടൊരു അറ്റൻഷനും കാര്യങ്ങളും കിട്ടും. ആൾക്കാർക്ക് കൂടുതൽ ഈ വണ്ടീനെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു ബ്രാൻഡ് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരു ലോഗോയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അത് സിമിലർ സെഗ്മെൻറ്റിലെ ബാക്കി വണ്ടികൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ KTM ആണെങ്കിലും റോയൽ എൻഫീൽഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പവർ അവിടെ കിട്ടത്തില്ല. അവർ ജസ്റ്റ് നമ്മൾ ഇൻവിസിബിൾ ആയിരിക്കും റോഡിൽ, അല്ലെങ്കിൽ ഒരു ക്രൗഡിൽ നമ്മളൊരു സൈഡിൽ വണ്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാലും പുതിയ വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ആൾക്കാർ നോക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ. ഈ വണ്ടി ഈവൻ എത്ര പഴയതായി കഴിഞ്ഞാലും ഈ ഒരു ലോഗോയുടെ പവർ നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ചായക്കടയിലെ ഫ്രണ്ടിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഇത് BMWൻ്റെ വണ്ടിയാണോ, ഡീറ്റെയിൽസ് ചോദിക്കും. കുറഞ്ഞൊരു 600cc എങ്കിലും ഈ വണ്ടി എക്സ്പെക്റ്റ് ചെയ്യും ആൾക്കാർ. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ലോഗോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ബ്രാൻഡ് വാല്യൂയുടെ കേസിൽ ഹാൻഡ്സ് ഡൗൺ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയായിട്ട് പറയേണ്ടി വരും. ഇനി തേർഡ് പോയിൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പ്രസൻസ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അടിപൊളി ഏറ്റവും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ള GS 310. ഇത് ഒരുപാട് ആൾക്കാർ എഗ്രി ചെയ്യുന്നതാണ്. ഈവൻ ഈ വണ്ടി ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് അണ്ടർ പവേർഡാണ് അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ പാടാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റ്സ് പറയുന്ന ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ ഈ ഒരു ലുക്സ് എന്ന് പറയുന്നത്. അന്യായ ലുക്കാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ റെഡ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ക്രൗഡിൽ അല്ലെങ്കിൽ നമ്മൾ റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഐ ക്യാച്ചിങ് ആണ് വണ്ടി, ഭയങ്കരമായിട്ട് അറ്റൻഷൻ കിട്ടും നമുക്കിപ്പോൾ. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ടാങ്കും ഹുഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ പുറത്ത് ഈ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു ഫീല് വരും. അപ്പോൾ ഒരു കുറഞ്ഞതൊരു 600cc എങ്കിലും ആൾക്കാർ ഇത് എക്സ്പെക്റ്റ് ചെയ്യും ഈ ഒരു വണ്ടി.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്രൗഡിൽ നമ്മുടെ വണ്ടി യുണീക്കായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ GS310 എന്ന് പറയുന്നത്. അത്രയ്ക്കധികം റോഡ് പ്രസൻസ് തരുന്ന ഒരു വണ്ടിയായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടി വരും. ഇതെല്ലാ ആൾക്കാരും എഗ്രി ചെയ്യുന്നതാണ്. ലുക്സിൻ്റെ കേസിൽ വേറൊരു ഇതുമില്ല. പിന്നെ ലുക്സ് പേഴ്സ്പെക്റ്റീവാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ADV 390 ലുക്ക് ഇഷ്ടമാണ്, ഒരുപാട് ആൾക്കാരൊക്കെ ഇഷ്ടമല്ല അത്. പിന്നെ അതേപോലെ തന്നെ ഡ്യൂക്ക് 390 ഉണ്ടല്ലോ, പുതിയ ഡ്യൂക്ക് 390, എനിക്ക് അതിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈവൻ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്തും ആൾക്കാരെന്നെ കളിയാക്കും. സോ അതാണ് എടുത്ത് പറയേണ്ട കാര്യം. പിന്നെ നെക്സ്റ്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്ററാണ്. ഇപ്പോൾ നോർമൽ നമ്മൾ ടൂർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് വരുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ലോങ് റൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാൻ പറ്റും, നമുക്ക് മെയിനായിട്ട് പെയിൻ വരുന്ന റിസ്റ്റിൽ, അതേപോലെ തന്നെ ഷോൾഡറിൽ, അതുപോലെ തന്നെ ബാക്കിൽ, ഈ 3 സ്ഥലത്താണ് കൂടുതലും പെയിൻ വരുന്നത് ലോങ് റൈഡ് കഴിഞ്ഞ് വരുമ്പോൾ. പക്ഷേ ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്റർ മാക്സിമം അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ ഹാൻഡിൽ ബാറിൽ അല്ലെങ്കിൽ റിസ്റ്റിൽ ഒരുപാട് വെയിറ്റ് വരുന്ന രീതിക്കല്ല ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് ഹാൻഡിൽ ബാർ കുറച്ച് ടോളും അതുപോലെ വൈഡുമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാക്കിലോട്ട് വെയിറ്റ് പ്ലേസ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് BMW ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടൂറിങ്ങിൻ്റെ ഇത് വരുന്നത്. പിന്നെ ടൂറിങ്ങിൻ്റെ കേസിലൊരു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കാര്യം നമ്മൾ മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ നടന്ന ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാവിലെ ഞാൻ 4:30 അവിടെ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ 9 മണിയായപ്പോൾ കഴക്കൂട്ടത്ത് എത്തുകയാണ് ചെയ്തത്. 9:30 എൻ്റെ ഫ്രണ്ടിനെയും റെഡിയാക്കിയിട്ട് നേരെ ഞങ്ങൾ ഇത് ലൊക്കേഷനിൽ പോയിട്ട് 10 മണിക്കാണ് ആ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത്രയും ഒരു ലോങ് റൈഡ് കഴിഞ്ഞിട്ട് അങ്ങനെ അത്രയും ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അന്ന് തന്നെയാണ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തത്. അന്ന് എനിക്ക് 2 ഡാൻസ് ക്ലാസ്സും ഉണ്ടായിരുന്നു, രണ്ട് ബാച്ചിനെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ അന്ന് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഉള്ള കരങ്ങൾ ഈ 2 ഹാൻഡിൽസാണ് ഗൈസ്. അപ്പോൾ ഈ വണ്ടി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അന്ന് ദിവസം കിടപ്പിലായാണ്. ബിക്കോസ് ഞാൻ FCയിൽ ഇതേപോലെ ലോങ് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ വന്നിട്ട് തിരിഞ്ഞ് കിടന്നിട്ട് ഫാൻ ഓണാക്കിയിട്ട് കിടക്കുമായിരുന്നു. ആ രീതിക്ക് മൂഡ് പപ്പടാവും. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. അത്രയ്ക്ക് അന്യായ പണിയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ റൈഡ് പോവും, ബൈക്ക് റൈഡ് പോകുമല്ലോ എല്ലാ ആൾക്കാരും. സോ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ലോങ് റൈഡിൽ ഒരു രക്ഷയില്ല. സോ റൈഡിങ് പോസ്റ്റർ ആണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് സുഖമുള്ള പോസ്റ്ററാണ്. ഇനി നമ്മൾ ഓഫ് റോഡിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാഡ്ലിംഗ് പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റർ നോക്കിക്കോളാം. ഇത് കംഫർട്ടബിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്ററാണ് BMW ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അപ്രൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിലെത്തും. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏത് ടെറൈൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാനും പറ്റും. ഇനി കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു കയറ്റം ഓഫ് റോഡ് ടെറൈൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോസ്റ്ററാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ബോഡി വെയിറ്റ് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിലാണെങ്കിലും നമുക്കത് ക്രോസ് ചെയ്യാനായിട്ട് ഇതേപോലെ പ്രോപ്പറായിട്ട് അഗ്രസീവ് സ്റ്റാൻസ് എടുക്കാനും ഈ ഒരു വണ്ടിയിൽ പോസിബിളാണ്. പക്ഷേ ഇപ്പോൾ ഹിമാലയൻ്റെയോ അല്ലെങ്കിൽ ADV 390യുടെ കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത് പറഞ്ഞ പോസ്റ്റർ ഉണ്ടല്ലോ, ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ഈ ഒരു പോസ്റ്ററിലാണ് ആ ഒരു 2 വണ്ടികളും ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് നോർമൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത് വണ്ടി, മനസ്സിലായോ? അപ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മളൊന്ന് ലീൻ ചെയ്ത് നിൽക്കേണ്ടി വരും, കുറച്ചുകൂടെ അഗ്രസീവാണ്. അപ്പോൾ കംഫർട്ട് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഏത് ടെറൈൻ വേണമെങ്കിലും ക്രോസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും കീ ഫീച്ചറായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്. അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് ഇപ്പോൾ ഈവൻ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സ്ഥലം ഇത് അത്യാവശ്യം വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ടെറൈൻ കാണുമ്പോൾ അറിയാമല്ലോ, ഈ പാറയുടെ മണ്ടയിൽ ഈ വണ്ടി ഒരു സഹായവും ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ ഓടിച്ച് കയറണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ അങ്ങനെ ഓഫ് റോഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ, ഈ ഒരു വണ്ടിയിൽ എനിക്കുള്ളൊരു കോൺഫിഡൻസ് ആണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരൊറ്റ കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ വണ്ടിയായിട്ട് നിൽക്കുന്നത്. ഒരു പേടിയില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് കയറിയത് എവിടെ നിന്ന് ഈ സംഭവം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ആർക്കൊക്കെയാണ് കംഫർട്ടബിൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വണ്ടി മേടിക്കാനായിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്നത്. കാര്യം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ആൾക്കാർ എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോയുടെ ഒപ്പീനിയനിൽ ഈ വണ്ടി എടുക്കുന്നത് വർത്താണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ വണ്ടി കംഫർട്ടബിൾ, ആരൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇത് അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് നിങ്ങളുടെ കയ്യിൽ വേറൊരു വണ്ടിയുണ്ട്, അല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങിൽ നിങ്ങൾ പോകുന്ന വഴി അത്യാവശ്യം ഒരു ഹൈവേ എക്സ്പീരിയൻസ് തരുന്നൊരു വഴിയാണ്. അതായത് ഒരുപാട് ട്രാഫിക്കൊന്നും ഇല്ലാത്ത, ഒരുപാട് സിഗ്നലൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പൊയ്ക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇവിടെ നിന്ന് വെഞ്ഞാറമൂട്ടിൽ നിന്ന് കഴക്കൂട്ടം പോകുന്ന റൂട്ടാണ്. അത് ഞാൻ പോകുന്ന ടൈമിൽ അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഹൈവേ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വണ്ടി വെച്ചിട്ട് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു ഇത്. ഇപ്പം ഞാൻ പോകുന്ന ടൈം കുറച്ച് ഹെവി ട്രാഫിക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും സിറ്റി ട്രാഫിക്കിൽ.
അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വെപ്രാളം കാണിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, കാം റൈഡേഴ്സ് ഉണ്ടല്ലോ, റെസ്പോൺസിബിൾ റൈഡേഴ്സ് ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്പീഡെന്ന് പറയുന്ന ഒരു അഗ്രഷൻ എന്ന് പറയുന്നൊരു സാധനം അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത, എന്നാലും കാമായിട്ട് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ ടൂറിങ്ങിന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇതുപോലെ സ്ലോ ആയിട്ട് ഉള്ള റൈഡേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറ്റിയൊരു ടൂറിങ് മെഷീനാണ് ഇതെന്ന് പറയേണ്ടി വരും. ഒട്ടും വെപ്രാളം ഇല്ലാതെ കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് നമ്മുടെ GS310 എന്ന് പറയുന്നത്. ഇനി തേർഡ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സോളോ റൈഡേഴ്സ്. അതായത് ഇപ്പോൾ നിങ്ങൾ കൂടുതലും ചെയ്യുന്ന സോളോ റൈഡിങ് ആണെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കാണ് വണ്ടി കൂടുതലും ഇതേപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മെഷീനാണിത്. ബിക്കോസ് നമുക്ക് വേറെ ആരുടെയും ഇത് നോക്കേണ്ട ആവശ്യമില്ല, വേറെ ആരുടെയും കംഫർട്ട് കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല, ടൈമും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല, അഗ്രസീവായിട്ട് ഓടിക്കേണ്ട ആവശ്യമില്ല. സോ സോളോ റൈഡ്സാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് GS310 എന്ന് പറയുന്നത്. അപ്പോൾ അത് പറ്റിയൊരു ഇതാണ്. വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് GS310 എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്യുന്നതെന്ന് കരുതുക. അതായത് കുറേ കഷ്ടപ്പെട്ടാണ് ഈ വണ്ടി മേടിക്കുന്നത്, പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് വണ്ടി മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതായത് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവീസിങ് ആണെങ്കിലും ആദ്യത്തെ 10,000 കിലോമീറ്റർ തന്നെ 20,000 രൂപ അടുപ്പിച്ച് പോകും. പിന്നെ ഇതിൻ്റെ ആക്സസറീസ്, നല്ല ക്വാളിറ്റിയുള്ള ആക്സസറീസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വണ്ടി വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പാർട്സിൻ്റെ കേസിൽ നമുക്ക് നല്ല രീതിക്ക് എക്സ്പെൻസീവായിട്ട് ഉള്ളൊരു സർവീസും കാര്യങ്ങളും വരും. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളിപ്പോൾ EMIയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിവതും ഈ വണ്ടി ഒഴിവാക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സാലറിയുടെ ഒരു നല്ല എമൗണ്ട്, ഇപ്പോൾ ഒരു 30,000 സാലറി കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, 10,000 രൂപയെന്ന് പറഞ്ഞാൽ 1/3 ആണ് ആ ഒരു സാലറിയുടെ. അപ്പോൾ നമുക്ക് വേറെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊന്നും പൈസ കിട്ടാതെ വരും. അപ്പോൾ അതാണ്. പിന്നെ ഇപ്പോൾ ഓഫ് റോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, ഓഫ് റോഡ് ചെയ്ത് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് പൈസ പോകുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. ബാക്കി ഇപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം, സെറ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ, അതായത് നിങ്ങളുടെ ഫൈനൽ ഡിസിഷൻ ആക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതെനിക്ക് കംഫർട്ടബിൾ ആവുമെന്ന് ചിന്തിക്കുക. ആണെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസസ് അത് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ സ്റ്റോറി ടൈം ഗൈസ്. അപ്പോൾ കഥ പറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മൈൻഡിലിങ്ങനെ പല വണ്ടികളായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഡ്യൂക്കിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിനുള്ള റീസൺ ഉണ്ട്. അപ്പോൾ ഡ്യൂക്ക് വണ്ടി ഇങ്ങനെ, ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു തവണ ഇതേപോലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനന്ന് ചൂസ് ചെയ്തേക്കുന്ന പ്രൊഫഷൻ ഡാൻസാണ്. ഡാൻസർ. അപ്പോൾ ആ സമയത്ത് ഞാനിതേപോലെ ഫ്രണ്ട്സ്, അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഫാമിലിയുടെ സൈഡിൽ നിന്നാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതുപോലെ നാട്ടുകാരുടെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. എല്ലാ ആൾക്കാർക്കും സത്യം പറഞ്ഞാൽ നെഗറ്റീവേ പറയാനുള്ളായിരുന്നു. ഡാൻസ് ചെയ്തിട്ട് നീ പ്രോഗ്രസ് ചെയ്യത്തില്ല, ഇതിൽ ഇതല്ല, പൈസയൊന്നും കിട്ടത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വണ്ടി എടുക്കുന്ന കാര്യം ഞാനിങ്ങനെ, അന്ന് ഡ്രീമായിരുന്നു കേട്ടോ. അന്ന് ഇത്രയും ഇതേപോലെ കുറച്ച് നല്ല രീതിക്ക് ഏർണിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഇങ്ങനെ ഞാൻ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്ന സമയത്ത്, അളിയാ ഞാൻ ഡ്യൂക്ക് എടുക്കൂടാന്ന് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് എന്നെ താറ്റി ഉറക്കി, ഭയങ്കരമായിട്ട് എന്നെ കളിയാക്കി. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓൾറെഡി കുറേ ഇൻസെക്യൂരിറ്റീസും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിലായിരുന്നു ഞാനിങ്ങനെ ഇവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മേ ബി അവർ പറഞ്ഞതും കളിയാക്കിയതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയി, ഭയങ്കരമായിട്ട് ഹേർട്ടായി എനിക്ക്. ഞാൻ പ്രോഗ്രസ് ചെയ്യത്തില്ല, ഇത് വെച്ചുകൊണ്ട് നീ ഇപ്പോൾ ഡ്യൂക്ക് എടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമായി. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചാണ് എന്തായാലും ഡ്യൂക്ക് എടുത്ത് പ്രൂവ് ചെയ്യണം, ഡ്യൂക്ക് എടുത്ത് കാണിച്ചു കൊടുക്കണമെന്ന് ഉള്ളൊരു സാധനം വന്ന്. അപ്പോൾ എനിക്ക് ആദ്യം ഇത് പോയത്, എനിക്ക് ഡ്യൂക്ക് പേടിയായിരുന്നു, ഇഷ്ടമായിരുന്നു, പക്ഷേ പേടിയുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് ആക്സിഡൻറ്റ്സ്, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എൻജിൻ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കത് സ്യൂട്ടബിൾ അല്ല എന്നൊരു സാധനം എനിക്കിങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഡ്യൂക്ക് 250യുടെ കേസിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് റിവ്യൂ ഒക്കെ കാണുമ്പോൾ, നമ്മുടെ ഒരു കാമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു ഡ്യൂക്കാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് 250 എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പൈസ സേവ് ചെയ്ത് തുടങ്ങി.
അതായത് ഈ ഡാൻസിന് കിട്ടുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് ബൈക്ക് മേടിക്കണം, 250 മേടിക്കണം എന്നുള്ള രീതിയിലെല്ലാം അതിനെക്കുറിച്ച് എൻക്വയറി നടത്തി, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഇതൊക്കെ നോക്കിയിട്ട് ഫസ്റ്റ് ഞാൻ 250 എന്നുള്ള രീതിയിൽ തന്നെ പോയി. 250 എടുക്കുന്ന എല്ലാം ഇതൊക്കെ ആയി നോക്കി, പൈസ കാര്യങ്ങളൊക്കെ എല്ലാം സേവ് ചെയ്ത് തുടങ്ങി. നോക്കിയപ്പോഴത്തേക്കാണ് അതിൻ്റെ കൂടെ ഒരു കമ്പം കുറഞ്ഞു. കാര്യം ഈ കളിയാക്കൽ കിട്ടുന്ന സമയത്ത് ഞാൻ ആലോചിച്ച്, ഡ്യൂക്ക് ഓക്കെ ഒരുപാട് ആൾക്കാരുടെ കയ്യിലുണ്ട്, ഡ്യൂക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് ഡ്യൂക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുമോ എന്നുള്ള രീതിയിലുള്ളൊരു തോട്ട്സും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി. ആ സമയത്താണ് BMW ഇങ്ങനൊരു എൻട്രി ലെവൽ ബൈക്ക് ഉണ്ടെന്ന് ഞാൻ കാണുന്നത്. ഓക്കെ ശരി സെറ്റ്. അപ്പോൾ ഈ വണ്ടി എനിക്കൊന്ന് നേരിട്ട് കാണാൻ, കാര്യം ടോൾ ബൈക്കാണ്. അപ്പോൾ എനിക്ക് ഇത്ര പൊക്കം കുറവായതുകൊണ്ട് എനിക്കിത് കംഫർട്ടബിൾ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തവണ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി. അന്ന് എനിക്ക് വേസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയേണ്ടി വരും BMW സർവീസ് സെൻറ്റർ ചെയ്ത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു നരച്ച ഒരു കറുത്ത ടീഷർട്ടും ഒരു കറുത്ത പാൻറ്റ്, നല്ല നരച്ച ഒരു കറുത്ത പാൻറ്റും ഒരു വൃത്തിയായിട്ടൊരു ചെരുപ്പും ഒക്കെ ആയിട്ടാണ് തുരുമ്പ് പിടിച്ചൊരു ബൈക്കും. ഇത്രയായിരുന്നു ഞാൻ ആ ഷോറൂമിൽ ചെന്ന് കയറിയപ്പോൾ ഉള്ള എൻ്റെ ഇത്. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട്, അവിടുത്തെ എന്ന് വെച്ചാൽ ഭയങ്കര ക്ലീനാണ്, അവിടുത്തെ സ്റ്റാഫാണെന്നുണ്ടെങ്കിലും ഭയങ്കര വെൽ ഡ്രസ്ഡ്, അവരുടെ ഭയങ്കര ഒരു നമുക്ക് സാറേന്ന് വിളിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടൊക്കെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഏജും ഇല്ല, ഭയങ്കര കുഞ്ഞായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കയറി ചെന്നിട്ട് എനിക്കിങ്ങനെ വണ്ടി ഇങ്ങനെ GS കാണണം എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സോഫ്റ്റ് വോയിസിലാണ്. എനിക്ക് അവിടെ ചെന്നപ്പോഴേ എൻ്റെ ഗ്യാസ് പോയി. അപ്പോൾ പോയി ഞാൻ അവിടെ ചെന്നു, അവിടുത്തെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പോഴേ ഒരു പുച്ഛമായിരുന്നു, ഇവനൊക്കെ ജസ്റ്റ് ചുമ്മാ വണ്ടി നോക്കാൻ വേണ്ടി വരുന്നതായിരിക്കും, ചുമ്മാ കണ്ടിട്ട് അങ്ങ് പോവും എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരൻ്റെ എല്ലാം ഇൻട്രാക്ഷനും എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്ന് ഓക്കെ വണ്ടിയൊക്കെ നോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് കയറി ഇരുന്നോട്ടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഡു നോട്ട് സിറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ബ്രോ അതങ്ങനെ കയറി ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്തായാലും കുഴപ്പമില്ല ബ്രോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നും പറഞ്ഞാൽ അതങ്ങ് മാറ്റി തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറിയിരുന്ന് സ്ട്രൈറ്റ് ആക്കി, വണ്ടി സ്ട്രൈറ്റ് ആക്കി നോക്കി. അപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് ബാലൻസ് അങ്ങ് പോയി. അപ്പോൾ ഞാൻ പേടിച്ച്, ഈശ്വര ഭഗവാനെ ഈ വണ്ടി എൻ്റെ കയ്യിൽ നിൽക്കുമോ എന്നുള്ളൊരു സാധനം വന്നു. അപ്പോൾ അന്നാണ് സത്യം പറഞ്ഞാൽ ഫിക്സ് ചെയ്തത്, എന്തായാലും ഒരു BMW ഞാൻ മേടിക്കും. കാര്യം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി അന്ന് അവിടെ വെച്ചിട്ട്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, നമ്മൾ പറയില്ലേ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയില്ലേ, അതേപോലെ ആയിരുന്നു. ഒരു BMW ഓൺ ചെയ്യണം, ആ ഒരു ലോഗോ കാണണം. പിന്നെ ഈ റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എന്തോ ചെയ്യുന്നു ഡാൻസ് ഒയ്യോ, അതും അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ തീരെ പഠിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെയൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സാധനം ആൾക്കാർ ഇത്രയും പഠിച്ചിട്ടും നീ ഇത് ഡാൻസിന് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പഠിച്ചത് അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു, വീട്ടൊക്കെ എന്തിനാ എടുത്തത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദ്യങ്ങളൊന്നും തുടങ്ങി. ഭയങ്കര പുച്ഛമായിരുന്നു, ഡാൻസ് എന്ന് കേൾക്കുമ്പോഴേ ഒരു പുച്ഛമായിരുന്നു. അപ്പോൾ എനിക്ക് അത് വെച്ചിട്ട് തന്നെ ഒരു ബൈക്ക് മേടിക്കണം, പൈസ സേവ് ചെയ്ത് മേടിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. സെക്കൻഡ് ടൈം മേടിക്കുന്നതിൻ്റെ വക്കിലെത്തിയ സമയത്ത് പൈസ തികഞ്ഞില്ല. പൈസ തികയാണ്ടായപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ആ പൈസ എടുത്ത് വെച്ച് iPhone മേടിച്ചു. കാര്യം വ്ളോഗൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് iPhone മേടിച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. തേർഡ് ടൈം ഇതേപോലെ എടുത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്ക് പൈസ സെറ്റ് ആവില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് വണ്ടി കൂടിയേ തീരുവോളായിരുന്നു. കാര്യം എൻ്റെ വണ്ടിക്ക് നല്ല പണികൾ കിട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ FC-ക്ക് അപ്പോൾ വേറെ വഴിയില്ലാതെ ഡ്യൂക്ക് 250 തന്നെ എടുക്കാം എന്നുള്ള രീതിയിലെല്ലാം ആയി. വണ്ടി എടുക്കുന്ന എല്ലാ എൻക്വയറി എല്ലാം കഴിഞ്ഞ് വണ്ടി എടുക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ പുള്ളിക്കാരൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ഒരാഴ്ച ആവുന്ന സമയത്ത് മുങ്ങി അടക്കമായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചു, ഇങ്ങനെ ബർത്ത്ഡേക്ക് ഞാനിങ്ങനെ ബൈക്ക് എടുക്കാൻ പോവാണ് ഡ്യൂക്ക് 250 എന്ന് കേട്ടപ്പോഴേ പുള്ളിക്കാരൻ എന്നെ നിരുത്സാഹപ്പെടുത്തി. എന്തിന് ബൈക്ക് എടുക്കുന്നത്, ഇത്രയും പൈസ കൂടിയ ബൈക്ക് എടുക്കുന്നത്, എനിക്ക് ഇതിൽ തന്നെ ചെയ്ത പൈസ സേവ് ചെയ്തുകൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ കാര്യം ഞാൻ അത് മറികടന്ന് മേടിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്റെസ്പെക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഉപേക്ഷിച്ച്. ആ പൈസയ്ക്ക് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഞാൻ ആക്ഷൻ ക്യാം മേടിച്ച് 360. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ടൈം ഇതേപോലെ, അതും എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തത് വണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടി എൻ്റെ കയ്യിൽ വരുന്നത്. സോ ഫോർ മീ ആ ഒരു BMW ലോഗോ ഇല്ലേ, ആ വണ്ടിയും കൊണ്ട് എനിക്ക് റിലേറ്റീവ്സിൻ്റെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ എവിടെയാണെങ്കിലും പോകുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഇല്ലേ, അതെനിക്ക് വേണമായിരുന്നു. ഓക്കെ, ഫോർ മീ. അതായത് നമ്മൾ നോർമൽ ക്രൗഡിൻ്റെ കൂടെ അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് പോകുന്ന എല്ലാ ആൾക്കാരൊക്കെ ഞാനിപ്പോൾ പറയുന്ന കാര്യം ഹാർട്ട് ടു ഹാർട്ട് പറയുന്ന കാര്യം മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് നാട്ടിലും വീട്ടിലും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഇടയിൽ ഉണ്ടാക്കി തന്നത് അവിടെ ഇരിക്കുന്ന ആ വണ്ടിയാണ്. സോ അതിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ആ ലോഗോയിനോടും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ആ ഒരു ലോഗോയ്ക്ക് കിട്ടുന്ന ബ്രാൻഡ് വാല്യൂ എനിക്ക് ഫോർ മീ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സ്റ്റോറി, കുട്ടി സ്റ്റോറി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലോട്ടാണ്. നിങ്ങളുടെ കമൻസിൻ്റെ റിപ്ലൈ
തരാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഞാനൊരു ഷോർട്സോ അതേപോലെ റീലും ഇട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഈ വണ്ടി എടുക്കണോ, എങ്ങനെയുണ്ട് ബ്രോ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല മിക്സഡ് ആയിട്ടുള്ള രീതിക്കാണ്, ഓരോ ആൾക്കാരുടെയും പർപ്പസ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഒരു ന്യൂട്രൽ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അതിൻ്റെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ്സ് പറഞ്ഞാണ് ഞാൻ ആദ്യം വീഡിയോ ഇട്ടത്. അത് ഏകദേശം 5000 വ്യൂസോ അത്രയും കണ്ടേ ആയിട്ടുള്ളൂ റീല്. പക്ഷേ ഞാൻ നെഗറ്റീവ്സ് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു, അത് 50,000 വ്യൂസ് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ കണ്ടപ്പോൾ തന്നെ ചില ആൾക്കാർ നല്ല രീതിക്ക് നെഗറ്റീവ് പറഞ്ഞു, വണ്ടി കൊള്ളത്തില്ല. മീൻസ് യൂസേഴ്സ് അല്ല, അല്ലാതെ പുറമേ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ യൂസേഴ്സിന് വിഷമായി, അയ്യോ ഇത്ര നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് എടുത്തത്, അങ്ങനെയൊക്കെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഇതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തു. ബട്ട് എനിക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. കാര്യം ഒരു കമൻറ്റ് സെക്ഷനിൽ നമുക്ക് കൂടുതൽ ഇമോഷൻസും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഒരു പ്രോപ്പർ റിപ്ലൈ, എല്ലാത്തിനും എല്ലാ കമൻസിനും പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂട്യൂബിൻ്റെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഐഡിയ കിട്ടും. സോ ഫസ്റ്റ് കമൻറ്റ്, ഞാനിവിടെ കമൻറ്റ് ഇവിടെ ചേർക്കാൻ കേട്ടോ. അബ്സല്യൂട്ട്ലി റൈറ്റ്, ബട്ട് മൈ പോയിൻ്റ് ഓഫ് വ്യൂ ദ ബ്രാൻഡ് നെയിം ഈസ് ഇനഫ്. ഓക്കെ, ഇതിൽ അത്യാവശ്യം നല്ല മാന്യമായിട്ടുള്ള ഒരു കമൻറ്റാണ്. പുള്ളിക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബ്രാൻഡ് വാല്യൂ ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബ്രാൻഡ് വാല്യൂ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് പെർഫെക്റ്റ് ബൈക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. അത് ഒരു ബൈക്കും പെർഫെക്റ്റ് അല്ല, ഒരു പ്രോഡക്റ്റും പെർഫെക്റ്റ് അല്ല. ഇതിൽ ഇനിയും അപ്ഗ്രേഡ് ചെയ്ത് വരാനായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നാളെ ഒരു GSൽ പുതിയൊരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീച്ചർ, ഇപ്പോൾ ക്രൂസ് കൺട്രോളോ ABS സ്വിച്ചബിൾ ABS കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഇൻസ്റ്റാൾ ചെയ്യാനും അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനും തോന്നൂലേ? അപ്പോൾ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും വരണം. സോ ബ്രാൻഡ് വാല്യൂ മാത്രമല്ല, നമുക്ക് ക്വാളിറ്റിയും കൂടെ വേണം. ഈ വണ്ടി ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ തംസ് അപ്പ്. സെക്കൻഡ്, റിയൽ യൂസർ റിവ്യൂ. ഓക്കെ, താങ്ക് യു ബ്രോ. അത് തന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത്. കാര്യം എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയ, എപ്പോഴും ഒരു റിവ്യൂവർ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനിൽ നിന്നിട്ട് വേണം പറയാനായിട്ട്. അതായത് എനിക്കെൻ്റെ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വണ്ടി എടുത്തതാണ്, കഷ്ടപ്പെട്ടെടുത്തതാണ്. അതിൻ്റെ റെസ്പെക്റ്റും എല്ലാം എൻ്റെ വണ്ടിയുടെ അടുത്തുണ്ട്. ഞാൻ എവിടെ പോയാലും ഇതുവരെയ്ക്കും എന്നെ റോഡിലാക്കിയിട്ടില്ല. എവിടെ പോയി കഴിഞ്ഞാലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു ഫീലൊക്കെ തരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ന്യൂട്രലായിട്ട് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് ഞാൻ പറയും. അത് നിങ്ങൾക്ക് എന്നെ 100% വിശ്വസിക്കാം. ഞാൻ അങ്ങനെ നന്നേ സംസാരിക്കാറുള്ളൂ. ഒരിക്കലും ഒന്നിൻ്റെയും ഫാൻ ആവല്, ബ്ലൈൻഡ് ഫാൻ ആവല്. ഓക്കെ. Hey guys, for Kerala roads 310 has enough power, but when it comes to Bangalore Mysore highway we feel underpowered. Okay, yes, ഇത് ഞാനും യോജിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കേരളത്തിൽ നമ്മുടെ സ്പീഡ് ലിമിറ്റ് 60 ആണ്, 60 ആണ്. അത് വെച്ചിട്ട് ഈ വണ്ടി അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആണ് ഈ ഒരു വണ്ടി. പക്ഷേ നമ്മൾ ഇതേപോലെ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള നല്ല ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട്, കാര്യം ഓപ്പണായിട്ട് റോഡ് കിടക്കും. അപ്പോൾ ഇത്രയും നമുക്ക് ഈ വണ്ടിയുടെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ടോപ്പ് എൻഡൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ കരയുന്ന പോലത്തെ ഒരു ഫീല് വരും. അപ്പോൾ അതേസമയം കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ADV 390 ഹിമാലയനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഇതേപോലെ ഓൾ ഇന്ത്യ ടൂറൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് കുറച്ച് ഹയർ CC വണ്ടികളുടെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളാണ്. കുറച്ചുകൂടെ എഞ്ചിൻ അതിൻ്റെ ടോപ്പ് എൻഡ് കുറച്ചുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് തന്നെയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. സോ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. സോ പർപ്പസിനനുസരിച്ചിട്ടാണ് വണ്ടി ചൂസ് ചെയ്യേണ്ടത്. സോ തംസ് അപ്പ്. നെക്സ്റ്റ്, നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ്, ഫ്രണ്ട് ബ്രേക്സ് ആർ ഗുഡ്. ഫ്രണ്ട് റെയറും രണ്ടും നൈസാണ്, അടിപൊളിയാണ്. ബ്രേക്കിങ് അന്യായ ബ്രേക്കിംഗ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നോസ് ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചെറിയ ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് പിടിച്ച സമയത്ത് വീഴാനൊക്കെ പോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതുമായിട്ട് പക്ഷേ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിംഗ് നൈസാണ് കേട്ടോ, അന്യായ ഇതാണ്. പിന്നെ സസ്പെൻഷൻ പറയണ്ട, ഞാൻ ഓൾറെഡി വീഡിയോയിൽ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ട്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ വേറെ ആരും അടുത്ത് വരത്തില്ല. സോ തംസ് അപ്പ്. നെക്സ്റ്റ്, വെൽ സെഡ്, താങ്ക് യു ബ്രോ. നെക്സ്റ്റ്, ഇതൊന്നും നോക്കാതെ എന്തിനാ വണ്ടി വാങ്ങി? ഇതാണ് ഈ ബ്രോയുടെ കേസിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ബ്രോ ഇതൊക്കെ നോക്കിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒന്ന് കണ്ടിട്ടായിരിക്കും ഞാനിത് എടുത്തതെന്ന്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. പിന്നെ ഓരോ പർപ്പസ് അല്ല, ഇപ്പോൾ ഞാനിപ്പോഴും പറയുകയാണ്, അഗ്രസീവായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയ ഒരു വണ്ടിയല്ല ഇത്. ഓക്കെ, അത് ആർക്കും ആണെങ്കിലും നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു വണ്ടി താങ്കൾ സജസ്റ്റ് ചെയ്യുമോ, അത് തന്നെ ആലോചിച്ച് നോക്കൂ. ബിക്കോസ് ഇതിൽ അലോയ് വീൽസാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതും കൊണ്ട് നമ്മൾ കുന്നും മലയിൽ കയറി കഴിഞ്ഞാൽ അലോയ് ബെൻഡാവും. ഒരുപാട് പാറയുടെ മുകളിൽ നമുക്ക് ഇതും കൊണ്ട് കയറാൻ പറ്റത്തില്ല. അതേസമയം എക്സ്പൾസോ ഹിമാലയനോ ഒക്കെ ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. ഈവൻ വണ്ടി വീണ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളോട് ഈ വണ്ടി ഓഫ് റോഡിങ്ങിന് പക്കയല്ലേ, അടിപൊളിയല്ലേ, ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കാശില്ലാത്ത ഒരാൾക്ക് നിങ്ങളിത് റെക്കമെൻഡ് ചെയ്യുമോ? സോ അതാണ് കാര്യം. എനിക്കിത് അഫോർഡബിളാണ്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എൻ്റെ പർപ്പസിന് ഇത് സ്യൂട്ടബിൾ ആണെന്ന് കരുതി. എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നുണ്ടോ ബ്രോ? സോ അതാണ് ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ പീസ് ഔട്ട്. നെക്സ്റ്റ്, ബ്രോ ആഫ്റ്റർ 10K സർവീസ് റിവ്യൂ ചെയ്യ് വൈബ്രേഷൻ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈബ്രേഷൻ ഞാൻ പറഞ്ഞല്ലോ, അന്നോയ് ചെയ്യുന്ന രീതിക്കുള്ള വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വൈബ്രേഷൻസ് ഒക്കെ ഉള്ളൂ. പക്ഷേ വൈബ്രേഷൻസ് ഉണ്ട്. ഹിമാലയനും ADV 390 ആയിട്ടൊക്കെ കമ്പയർ ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള വൈബ്രേഷനാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് BMW-ൻ്റെ ഒരു കേസിലൊക്കെ നോക്കുമ്പോൾ അത്രയും വൈബ്രേഷൻസും കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യില്ല. പക്ഷേ അതുണ്ട്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ മിറേഴ്സിലൊക്കെ നല്ല രീതിക്ക് വിസിബിളാണ്, നല്ല രീതിക്ക് വൈബ്രേഷൻ വന്നിട്ട് ഒരു 80-85 ഒക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് വെള്ളം ഒഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ നല്ല വൈബ്രേഷൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാം. സോ തംസ് അപ്പ് ബ്രോ. നെക്സ്റ്റ്, only thing I liked about this bike is its seating comfort. It's way better than 390 ADV, but gel shorts വാങ്ങിയാൽ 390 കംഫർട്ട് ആകും. ഓക്കെ, ഇതിലെനിക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ പറഞ്ഞതിനോട് കംപ്ലീറ്റ് ഞാൻ യോജിക്കുന്നില്ല. കാര്യം കംഫർട്ട് മാത്രം, അല്ലെങ്കിൽ സീറ്റിംഗ് കംഫർട്ട് മാത്രമാണെന്ന് പറയുന്നില്ല. ഇപ്പോൾ ബ്രോ ഒരു ADV 390യും ഈ ഒരു വണ്ടിയും കൊണ്ടൊരു വില്ലേജ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, ADV 390 ആരും മൈൻഡ് ചെയ്യത്തില്ല. കാര്യം ആ ലോഗോയുടെ പവർ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എനിക്ക് ഈവൻ ADV 390യുടെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും GS-ഉമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലുക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ ഈ സെഗ്മെൻറ്റിൽ വേറൊരു വണ്ടികൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. സോ റോഡ് പ്രസൻസ് ആണെങ്കിലും നമ്മുടെ വണ്ടി യുണീക്കായിട്ട് നിൽക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തുള്ള പോസ്റ്റേഴ്സ് വിത്ത് മോഡിഫിക്കേഷൻസ്, അതായത് നമ്മളിപ്പോൾ സ്പോക്ക് വീൽസും സ്വിച്ചബിൾ ABS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇതും ADV ആയിട്ടും അതുപോലെ ഹിമാലയനായിട്ടൊക്കെ കമ്പയർ ചെയ്ത് ഇത് ഭയങ്കരമായിട്ട് ബെറ്ററാണ് കേട്ടോ. കാര്യം ബെറ്റർ ആയിട്ടുള്ളൊരു ലോ ആൻഡ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ടും അഗ്രസീവായിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. സോ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണത്. ഓക്കെ, സോ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, കംഫർട്ട് മാത്രമാണെന്നുള്ള രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പക്ഷേ നമുക്ക് കുറച്ച് ഈ മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ തംസ് അപ്പ് ബ്രോ. നെക്സ്റ്റ്, താങ്ക് ഗോഡ് ഐ ഗോട്ട് എ CB ഓവർ ദിസ്. ബ്രോ, ഇത് എനിക്കൊരു നെഗറ്റീവ് ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അങ്ങനെ പറയരുത്. കാര്യം ഇപ്പോൾ ഈവൻ ഹോണ്ട നമുക്കറിയാമല്ലോ, റിഫൈൻമെൻറ്റിൻ്റെ കേസിൽ ഹോണ്ടയുടെ ഒന്നും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഒരു വണ്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് പ്രതീക്ഷിക്കും എഞ്ചിൻ സൈഡിൽ നിന്ന്, പക്ഷേ അത്രയും ഇല്ല. ഓക്കെ, ടോപ്പ് എൻഡൊക്കെ പിടിക്കുകയാണെങ്കിൽ 100ന് മുകളിൽ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ അല്ലത്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കാം. പക്ഷേ ബ്രാൻഡിൻ്റെ കേസിൽ CBയും 7 കിലോത്ത് വരത്തില്ല, ഹോണ്ടയും വരത്തില്ല. നമുക്കറിയാം, റൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാം ഹോണ്ട ഇത്ര കിടിലമാണ്, അടിപൊളിയാണെന്നറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു കോമൺ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഈ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇൻവിസിബിൾ ആയിരിക്കും നിങ്ങളൊരു CBയിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ. സോ അങ്ങനെ മാത്രമായിട്ട് പറയരുത്. അപ്പോൾ ഇത് ഒരു BMW ഓൺ ചെയ്തത് ഓടിച്ചിട്ട് അത് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു ഓണർക്ക് കറക്റ്റായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു വണ്ടി ഇതേപോലെ എടുത്ത് ഓടിച്ച് ഇതേപോലത്തെ ഒരു വില്ലേജ് ഏരിയയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഒരു സ്ഥലത്ത്. സോ അത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ യെസ്, തംസ് അപ്പ് ബ്രോ. നെക്സ്റ്റ് പറയാനുള്ളത്, എല്ലാം പറയൂ ബ്രോ, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്രോ. എല്ലാം ഈ ഒരു വീഡിയോ ബ്രോ കണ്ടു നോക്കിയാൽ മതി. ബ്രോ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ബ്രോയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ബ്രോ. സോ തംസ് അപ്പ്. നെക്സ്റ്റ്, ബൈ എ ഫാസ്റ്റ് ബൈക്ക്. ഓക്കെ,
അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കമൻറ്റ്. ബ്രോ എൻ്റെ അഭിപ്രായത്തിൽ ഞാനധികം ഒരുപാട് സ്പീഡിൽ ഓടിക്കുന്ന ആളല്ല, അത്ര അഗ്രസീവായിട്ട് ഓടിക്കുന്ന ആളല്ല. അപ്പോൾ എനിക്ക് കംഫർട്ടബിളാണ് ഈ വണ്ടി, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പക്ഷേ എൻ്റെ അതേ പ്രിഫറൻസ് ആയിരിക്കില്ലല്ലോ ഇപ്പോൾ ബ്രോ അത്യാവശ്യം ഇപ്പോൾ ഒരു ഡ്യൂക്ക് 390 ഒക്കെ ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഞാനും നേക്കഡിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ വണ്ടി FC ആണ്, FZ വേർഷൻ 2 ആണ് ഞാൻ യൂസ് ചെയ്തത്. ബ്രോ അതേസമയം ഡ്യൂക്ക് 390 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ബ്രോ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തൊരു ADV എടുക്കുകയാണ്. ബ്രോ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഡ്യൂക്കിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഇതിന് കിട്ടത്തില്ല. കംഫർട്ടബിളാണ്. പക്ഷേ ആ എൻജിൻ സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഡ്രിനാലിൻ റഷോ അഗ്രസീവായിട്ടുള്ള ആ ഒരു ഇതോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ബ്രോ ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ലേ? അത്രേ ഞാനും പറഞ്ഞോളൂ. അപ്പോൾ ഫാസ്റ്റ് ബൈക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇത് സ്യൂട്ടബിൾ അല്ലെന്നാണ് ബ്രോ ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. സോ തംസ് അപ്പ്. നെക്സ്റ്റ്, ഇത്രയ്ക്ക് ദാരിദ്ര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് വാങ്ങിയത്? ഓക്കെ, ഇതാണ് മെയിൻ കമൻറ്റ് കേട്ടോ. ഇതിന് അത്യാവശ്യം ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കാര്യം GS ഓണേഴ്സ് ഒരുപാട് ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ വണ്ടീനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ എൻ്റെ പൊന്നു ബ്രോ, ഞാൻ ന്യൂട്രൽ പൊസിഷനിൽ നിന്നാണ് ആ ഒരു വീഡിയോ ചെയ്തത്. ബ്രോ ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ പറയുന്നതിന് പകരം ഞാൻ ആ ചെയ്തതിൽ അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ്, എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ എന്നാണ് ബ്രോ പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രോയുടെ അടുത്തുള്ള റെസ്പെക്റ്റ് ഇനിയും കൂടിയാണ്. കാര്യം ഓക്കെ ബ്രോ, അങ്ങനെ പ്രോബ്ലം ഉണ്ടല്ലോ, ഓക്കെ ശരി, നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ. പക്ഷേ ബ്രോ എന്താ പറഞ്ഞത്? പേഴ്സണൽ അറ്റാക്കാണ് നേരെ ചെയ്തത്. ഇത്രയ്ക്ക് ദാരിദ്ര്യമാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് മേടിച്ചത്? എൻ്റെ പർപ്പസിന് സ്യൂട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. സിമ്പിൾ ആൻസർ. അതിന് 30 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് പറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബട്ട് എൻ്റെ പർപ്പസിന് സ്യൂട്ടബിൾ ആണെന്ന് കരുതി ഞാനിപ്പോൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് ഇത് സ്യൂട്ടബിൾ ആണെന്ന് തോന്നും ബ്രോയ്ക്ക്. അതുപോലെ EMIയിൽ എടുക്കുന്ന ഒരാൾക്ക്, മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോപ്പറായിട്ട് പൈസ അഫോർഡബിൾ അല്ലാത്ത ഒരാൾക്ക് ബ്രോ പറയുമോ ഇത് സെറ്റാണ്, എടുത്തോ, പൊളിക്ക്, സർവീസ് കോസ്റ്റ് ഒന്നും ഒരു സീനും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇല്ലല്ലോ. ബ്രോ അപ്പോൾ എന്താ പറയുന്നത്? സർവീസ് കോസ്റ്റൊക്കെ കുറച്ച് ടൈറ്റാണ്, ബ്രോയ്ക്ക് പൈസ കുറച്ച് വിഷയമാണെന്നുണ്ടെങ്കിൽ കഴിവത് ഇത് ഒഴിവാക്കുന്നതാണ് ബെറ്റർ എന്നല്ലേ പറയുള്ളൂ. അത് തന്നെയാണ് ഞാനും ചെയ്തത് ആ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ എനിക്കിത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമില്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. ഇത് പോറ്റാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കേപ്പബിൾ ആയപ്പോഴാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. സോ എനിക്കതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ അത് നല്ല രീതിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ ഇനി ഇതുപോലെ നമ്മൾ വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോയിൻ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ വൈബ്രേഷൻ്റെ കാര്യം പറഞ്ഞു, ബ്രോ എൻ്റെ വണ്ടിക്ക് വൈബ്രേഷൻ ഇല്ല. ഓക്കെ ബ്രോ, നോട്ടഡ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ പ്രശ്നമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബ്രോ കംഫർട്ട് വൈസ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ, എനിക്കിത് കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അത് ഇൻഫോർമേറ്റീവാണ്, വേറെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഉപയോഗപ്പെടും. ബ്രോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെടുത്ത് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇവൻ എടുത്ത് വെച്ചേക്കുന്നതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു നെഗറ്റീവ് സംഭവമാണ് അവിടെ വന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അതർവൈസ് എൻ്റെ ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിത് പോറ്റാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, പിന്നെ എൻ്റെ പർപ്പസിന് സ്യൂട്ടബിളുമാണ്. ഓക്കെ ബ്രോ, സോ പീസ് ഔട്ട്. നെക്സ്റ്റ്, 10K കിലോമീറ്റേഴ്സ് ആകുമ്പോൾ അല്ലേ സർവീസ്? അതർ ബൈക്സ് 4.5 കിലോമീറ്റേഴ്സിലാകുമ്പോഴാണ്. സോ ബേസിക് കാൽക്കുലേഷൻ ദാറ്റ് എമൗണ്ട് ഈസ് ഓക്കെ. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ചാർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ചാർട്ടിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ADV 390, അതുപോലെ GS 310, അതുപോലെ ഹിമാലയൻ. ഇത് മൂന്നിൻ്റെയും മെയിനായിട്ട് ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. ഈ 3 ബ്രാൻഡിൻ്റെയും സർവീസ്, അതായത് ഈ 10K കിലോമീറ്റേഴ്സിലുള്ള സർവീസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻസാണ് ഞാനിവിടെ ചാർട്ടിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇവിടെ എന്താ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, BMW എല്ലാവരും പറയുന്ന, അതായത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറയുന്ന ഒരു സംഭവമാണ് 10,000 കിലോമീറ്ററിലല്ലേ നമുക്ക് പാർട്സ് ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ സർവീസ് വരുന്നത്, അപ്പോൾ അത് ബാക്കിയുള്ള ഇതിലൊക്കെ 3500-4000 കിലോമീറ്ററിലൊക്കെ വരുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1000 കിലോമീറ്ററിലൊരു സർവീസ് ഉണ്ട്. അതായത് BMW നമ്മൾ എടുത്ത് 1000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ നിയർലി 9000 എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും സർവീസിന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 10,000 കിലോമീറ്റേഴ്സിൽ വീണ്ടും ഒരു 10,000 കൂട്ടിക്കോട്ടോ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക് പാഡിൻ്റെ എമൗണ്ട് വരാത്തതുകൊണ്ടാണ് ആ 9,000 സംതിങ്ങിൽ നിന്നത്. 10,000 ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 10,000 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുമ്പോൾ ഏകദേശം 20,000 രൂപ സർവീസിനായിട്ട് സ്പെൻഡ് ചെയ്യും. ഏതെങ്കിലും വേറെ ബൈക്കിന് ഇത്രയും എമൗണ്ട് ആവുന്ന പോലെ ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ?
ഇത്രയും എമൗണ്ട് ഒരു ബൈക്കിനും ആവത്തില്ല. ഈവൻ 4.5 കിലോമീറ്റേഴ്സിൽ 5K കിലോമീറ്റേഴ്സിൽ സർവീസ് വരുന്നുണ്ടെങ്കിലും അത് ഓയിൽ ചേഞ്ച് മോസ്റ്റ് ഓഫ് എനിക്ക് തോന്നുന്നു സെമി സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ മാത്രമേ അങ്ങനെ ഓയിൽ ചേഞ്ച് പറയുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ടോപ്പപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇൻ കേസ് നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്താലും അത്രയും വലിയൊരു എമൗണ്ട് സർവീസ് സെൻറ്ററിൽ നിന്ന് ആവത്തില്ല, വലിയൊരു എമൗണ്ട് ആവത്തില്ല. ഇത്രയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ആവത്തില്ല. സോ ADV 390 ഒക്കെ അത് കമ്പാരിസൺ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് എക്സ്പെൻസ് വരുന്നതെന്ന്. സോ ബ്രാൻഡ് വാല്യൂ ആണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. പിന്നെ ലേബർ ചാർജ്, പിന്നെ പാർട്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ ബ്രാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് ടാക്സ് അറിയാമല്ലോ. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പോയ സമയത്തും ടാക്സ് ഏകദേശം ഓവർ 1500 അടുപ്പിച്ച് ടാക്സ് വന്നിട്ടുണ്ട്. 1500 രൂപയുടെ ടാക്സ് വന്നിട്ടുണ്ട് അടുപ്പിച്ച്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ. സോ തംസ് അപ്പ് ബ്രോ. ഐ അഗ്രി ബ്രോ, ബട്ട് ഒരു 100-350cc ബൈക്കിൻ്റെ ഒപ്പം നിന്നാൽ GS തരുന്ന ഒരു പീപ്പിൾ അറ്റൻഷൻ ട്രിഗർ ഉണ്ട്. അത് ഓൺലി GS ഓണേഴ്സ് ക്യാൻ ഫീൽ ഇറ്റ്. യെസ്, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു GS ഓണറിനെ കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ ഇതേപോലെ വണ്ടി കൊണ്ട് പോയിട്ട് അത് അവിടെ നിന്ന് കിട്ടുന്നൊരു അറ്റൻഷൻ ഉണ്ടല്ലോ, വേറെ ഫീലാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യപ്പെടും, ഭയങ്കരമായിട്ടൊരു അറ്റൻഷൻ കിട്ടും. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. സോ തംസ് അപ്പ് ബ്രോ, കറക്റ്റാണ് ബ്രോ പറഞ്ഞത്. Maintenance cost is not debatable, that's the truth. It costs similar to maintaining a big bike. You can buy it only for the badge, okay. Better wait for 450 coming up. ഓക്കെ, ഈ ബ്രോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബേറ്റബിൾ ആണ് മെയിൻ്റനൻസ് കോസ്റ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ അവർ എക്സ്ട്രാ ചുമ്മാ പൈസ ഒന്നും ചാർജ് ആക്കുന്നില്ല. മെയിനായിട്ട് ലേബർ ചാർജ് കമ്പനി പോളിസി അനുസരിച്ചിട്ടാണ്. GST അറിയാമല്ലോ, പുറത്തുള്ള ബ്രാൻഡാണ്, അപ്പോൾ അതിൻ്റെ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ പാർട്സ് ചേഞ്ചിനുള്ള, പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലിന് അത്യാവശ്യം നല്ല എമൗണ്ടാണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ഇത്രയും കൂട്ടുന്നത്. അല്ലാതെ ചുമ്മാ അല്ല. ഇപ്പോൾ തേർഡ് സർവീസ് എല്ലാവരും ഭയങ്കരമായിട്ട് പറയുന്നൊരു സംഭവമുണ്ട്, തേർഡ് സർവീസിനായിട്ട് വെയിറ്റ് ചെയ്യും ബ്രോ, 30,000 രൂപയാവും. ആവും. എന്തുകൊണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? 30,000-നുള്ള എന്ത് സർവീസാണ് ചെയ്യുന്നതെന്നറിയോ? ആ 30,000 കിലോമീറ്റേഴ്സിൽ പാർട്സ് ചേഞ്ച് വരുന്നതുകൊണ്ടാണ് അത്ര എക്സ്പെൻസ് വരുന്നത്. അതായത് നോർമൽ ബൈക്കിൽ നമ്മൾ ഈ ഒരു 30,000 ടൈം പീരീഡിൽ നമ്മൾ ചെയിൻ്റെ പോക്കറ്റും കാര്യങ്ങളും മാറ്റി വയ്ക്കൂലേ ചിലപ്പോൾ. അപ്പോൾ അതേപോലത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ ആ പാർട്സ് ചേഞ്ച് വരുന്നത് കൊണ്ടാണ് അത്രയും എക്സ്പെൻസ് വരുന്നത്. BMW പാർട്സ് അറിയാമല്ലോ, അത്യാവശ്യം നല്ല എമൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലീവേഴ്സ് എന്തെങ്കിലും ഡാമേജ് ആവുകയാണെങ്കിൽ ആ കേബിൾസ് മാറ്റുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ് സത്യം പറഞ്ഞാൽ ആ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ പ്ലീസ് നിങ്ങൾ അത് മനസ്സിലാക്കിയതിന് ശേഷം പറയുക. ഏത് വണ്ടിയിലാണെങ്കിലും ഈ ഒരു 30,000 20,000 കിലോമീറ്റേഴ്സ് വരുന്ന സമയത്ത്, അതായത് നോർമലി വണ്ടി എടുത്തിട്ട് 2 വർഷം, ആ ടൈം പീരീഡിൽ ഈ ഒരു എമൗണ്ടിനുള്ള പാർട്സ് നിങ്ങൾ മാറ്റൂല എന്ന് അത്രയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വേറെയുള്ള കമ്പനികളിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് മാറ്റേണ്ടി വരും. ഇതിൽ ആ 30,000 20,000 ഒരു തവണ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് തന്നെയാണ് സംഭവം. പിന്നെ 450 കമ്മിങ്, യെസ് ഞാനും അത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യാണ്. 450 ട്വിൻ സിലിണ്ടർ അത് ഭയങ്കരമായിട്ട് ഫുള്ളി ലോഡഡ് വിത്ത് ഫീച്ചേഴ്സ് ആയിരിക്കും എന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. സോ ലെറ്റ്സ് വെയിറ്റ്, ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഓക്കെ, നമ്മൾ ബാഡ്ജിന് മാത്രമല്ല ബ്രോ മേടിക്കുന്നത്. അതിലെനിക്ക് ചെറിയൊരു മൈനസ് ഉണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ തരുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണിത്. ഹിമാലയൻ എടുക്കുകയാണെങ്കിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെ ക്വാളിറ്റി ഇഷ്യൂസാണ് അതിന് വരുന്നത്. അതുപോലെ ADV 390 ആണെങ്കിൽ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ, ഇലക്ട്രോണിക്സിൻ്റെ കാര്യം. ഓക്കെ, സോ പീസ് ഔട്ട് ബ്രദർ. നെക്സ്റ്റ്, സച്ച് എ ഷിറ്റ് ബൈക്ക്, യു ആർ പേയിങ് ഫോർ ദ ബാഡ്ജ്. ഓക്കെ, ഇതിലാണ് എനിക്ക് എടുത്ത് പറയേണ്ടത്. എനിക്കിതാണ് ഇറിറ്റേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ്. നമ്മൾ ഒരിക്കലും ഒരു ബൈക്ക് ഇത് പറയാം, ഏത് ബൈക്കിനാണെങ്കിലും നെഗറ്റീവ് ഉണ്ട്, എല്ലാ ബൈക്കിനും ഉണ്ട്. അത് നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് നമ്മൾ ബൈക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ എനിക്കൊന്ന് ADV 390 ഓണറാണ്. ഐ ലവ് ADV 390, അത് ആദ്യമേ പറയാം കേട്ടോ. നല്ല വണ്ടിയാണ്, നല്ല എഞ്ചിനാണ്, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രാൻഡ് വാല്യൂവിൻ്റെ കേസിലുണ്ടല്ലോ, നിങ്ങൾ ഈ ലോഗോയുടെ കിട്ടുന്ന ഒരു പവർ വേറെ ഒരു വണ്ടിക്കും കിട്ടത്തില്ല. ഒരു വണ്ടിക്കും ഈവൻ ഞാൻ ഇത് പറയുന്ന ഒരു കമ്പാരിസൺ ആയിട്ട് ഒരു കോമൺ, അതായത് ഒരുപാട് വണ്ടികളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളുടെ, ഇന്ന് ഞാനിത് ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ പറഞ്ഞു, ഒരു മൾട്ടി സ്ട്രാഡ കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാലും ഡുക്കാട്ടി കൊണ്ടുവച്ച് കഴിഞ്ഞാലും ആൾക്കാർ ചിലപ്പോൾ ഈ ലോഗോ ആയിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് BMW എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരൊക്കെ അറിയാമെന്നുള്ളൊരു പ്രീമിയം ബ്രാൻഡാണ്. ഡുക്കാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരൊക്കെ അറിയണമെന്നില്ല. വണ്ടിയുടെ സൈസ് വെച്ചിട്ട് ചിലപ്പോൾ ആൾക്കാർ പറയും വലിയ എന്തോ വണ്ടിയാണെന്ന് പറയും, എന്നല്ലാതെ ഈ ലോഗോ കണ്ട് മാത്രമായിട്ട് ആരും പറയില്ല. പ്രത്യേകിച്ച് ഒരു 300cc വണ്ടി കഴിഞ്ഞിട്ട് അത്രയും ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ പേര് BMW തന്നെ ആയിരിക്കണം ഗൈസ്. സോ അത് യു ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. ഓക്കെ, ആ ബാഡ്ജിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ നിങ്ങൾ എന്തായാലും റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അത് വേറെ ഏത് വണ്ടി നിങ്ങൾ സെഗ്മെൻറ്റിലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ഇൻവിസിബിൾ ആയിരിക്കും.
അല്ലെങ്കിൽ ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ബൈക്കായിരിക്കണം. പക്ഷേ ഈ ഒരു ലോഗോ കൊണ്ട് മാത്രം ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു വരണം എന്നുണ്ടെങ്കിൽ BMW. ഓക്കെ, സോ അതാണ് പ്രശ്നം. നെക്സ്റ്റ്, ബ്രാൻഡ് വാല്യൂ മാത്രമേ ഉള്ളൂ. സെയിം എൻജിൻ വെച്ച് വരുന്ന TVS എൻ്റെ ബൈക്ക് വെച്ച് നോക്കുമ്പോൾ എൻജിൻ റിഫൈൻമെൻറ്റ് ഇല്ല, ഫീച്ചേഴ്സ് ഇല്ല, ഓവർ പ്രൈസ്ഡ്, സെയിം കേസ് ഇൻ സ്പെയർ പാർട്സ് ടു, അങ്ങനെ പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ്സ് മാത്രമുള്ള BMW ബൈക്സിൽ ഒരെണ്ണം ആണിത്. അതിന് മെയിൻ കാരണം ടൈമിന് അപ്ഡേറ്റ് ചെയ്യില്ല, അതാണ് കുഴപ്പം. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം. ഇതിൽ കൊടുത്തിട്ടുള്ള ഏത് ഫീച്ചറാണ് ഒരു അഡ്വഞ്ചർ ടൂറർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്ക്, കാര്യം ഇതിൽ ABS സ്വിച്ചബിൾ അല്ല, അതൊരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നു. പക്ഷേ ഇതിൽ BS4 അത് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ വണ്ടി കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്ന ടൂറിങ്ങിന് വേണ്ടിയിട്ടാണ്. വണ്ടിയുടെ ബേസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്, കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് വാല്യൂ മാത്രമേ ഉള്ളൂ. ബ്രോ എപ്പോഴെങ്കിലും ഒരു GS ഓടിച്ചിട്ടുണ്ടോ? എഞ്ചിൻ്റെ കേസ് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ V-Strom 250 ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിഫൈൻമെൻറ്റിൻ്റെ കേസിൽ 7 ഇല്ലത്ത് വരത്തില്ല ഈ ഒരു എഞ്ചിൻ, ഞാൻ എടുത്ത് പറയാം. പക്ഷേ എന്താ പറയുന്നത്, ഒരു കംഫർട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സസ്പെൻഷൻ ട്രാവൽ, സീറ്റിംഗ് കംഫർട്ട്, സീറ്റിംഗ് പോസ്റ്റർ, അതേപോലെ നമ്മൾ സാഡ്ലിംഗ് പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അത്, അതേപോലെ വേറെ പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി, സെഗ്മെൻറ്റിൽ ഏത് വണ്ടിക്ക് സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് എത്ര അടിപൊളിയായിട്ട് തരുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാമോ? സിമ്പിളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്, വണ്ടിയുടെ ബേസ്, ലഗേജ് ക്യാരി, ഈവൻ ADV 390 ഇല്ലല്ലോ ബാക്കിൽ, നമുക്ക് ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടില്ലല്ലോ. അത്രയേ ഉള്ളൂ. ഈവൻ ഹിമാലയൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ള ഹിമാലയൻ്റെ TFT മീറ്റർ, ക്വാളിറ്റി ഇഷ്യൂസ്, ഇതിന് ക്വാളിറ്റി ഇഷ്യൂസ് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് ക്വാളിറ്റി ഇഷ്യൂസ്. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യണ്ടേ നിങ്ങൾ? ബാക്കിയുള്ള വണ്ടികൾ നിങ്ങൾ എടുത്തിട്ട് വാല്യൂ ഫോർ മണി എന്നും പറഞ്ഞ് വണ്ടി എടുത്തിട്ട് നിരന്തരം സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങുമ്പോൾ, ഈ വണ്ടി ഞാൻ എടുത്തിട്ട് 10,000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഒറ്റ തവണയാണ് ഞാൻ സർവീസ് സെൻറ്ററിൽ പോയത് ബ്രേക്ക് പാഡും ബാറ്ററി മാറ്റാനായിട്ട്. 10,000 കിലോമീറ്റർ ഓടിച്ചിട്ട് വേറെ ഏതെങ്കിലും വണ്ടിക്ക് ആ ഒരു ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പണിയോട് പണിയാണ്. സോ അത്രയും ഞാനും പറഞ്ഞോളൂ. ഓക്കെ, സോ ക്വാളിറ്റി ഉണ്ട്. എല്ലാ വണ്ടിയും ഞാൻ ഇതെത്തി പറയുന്നില്ല കേട്ടോ. ADV 390 ഒക്കെ അത്യാവശ്യം ബെറ്ററാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് പുള്ളിക്കാരൻ്റെ കമൻറ്റ് കേട്ടിട്ട് ഞാനത് ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. ബ്രാൻഡ് മാത്രമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്, അത് എടുത്ത് പറയണം. യു ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് ടു. സോ പീസ്. ലുക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നോട്ട് വർത്ത് ഫോർ മണി. അണ്ടർ പവർഡ് 300cc എഞ്ചിൻ, നോ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ്, നോട്ട് ഈവൻ ഹാവ് എ സ്വിച്ചബിൾ ABS, നോ സ്പോക്ക് വീൽസ്, ഓൾഡ് സ്കൂൾ ക്ലസ്റ്റർ, ലാക്സ് അലൗട്ട്. ഓക്കെ ബ്രോ, ഇതിലെനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അണ്ടർ പവർഡ് 300cc ഞാൻ പറഞ്ഞല്ലോ, 300cc നേരത്തെ ഇതിന് മുന്നേ നിങ്ങളുടെ ഹിമാലയൻ ഉണ്ടല്ലോ, OG ഹിമാലയന് ഇതിനെക്കാട്ടിലും അണ്ടർ പവർഡായിരുന്നു. ആ സമയത്ത് ഇതിന് അണ്ടർ പവർഡ് എന്നുള്ളൊരു ടാഗ് ലൈൻ ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ ഹിമാലയൻ അപ്ഗ്രേഡ് ചെയ്ത് 450 എഞ്ചിനൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പവർ കയറിയ സമയത്ത് എല്ലാവരും കൂടെ നേരെ അണ്ടർ പവർഡ് ആയിട്ടുള്ള GSൻ്റെ വണ്ടിയിലോട്ട് കയറുന്നതാണ് സംഭവം. ഓക്കെ, പിന്നെ സോളോ റൈഡ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു അണ്ടർ പവർഡ് എന്നുള്ളൊരു സംഭവം വരത്തില്ല. പ്ലസ് ഈ ഒരു നേക്കടിയിൽ നിന്നൊക്കെ 150 സെഗ്മെൻറ്റിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു അണ്ടർ പവർഡ് എന്നുള്ള സംഭവം വരത്തില്ല. പിന്നെ പ്രിഫറൻസസ് ആണ്, എല്ലാവർക്കും വേണ്ടി നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡ്യൂക്ക് 390 ഓടിക്കുന്ന ഒരാൾക്ക് ഈ വണ്ടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് അണ്ടർ പവേർഡായിട്ടേ തോന്നുള്ളൂ. പക്ഷേ അതേസമയം FC ഓടിക്കുന്ന ഒരാൾക്ക് ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്, നല്ല പവറായിട്ട് തോന്നും. സോ അത്രയേ ഉള്ളൂ, അതാണ് പേഴ്സ്പെക്റ്റീവാണ്. പിന്നെ പറയാനുള്ളത് നോ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ്. ബ്രോയ്ക്ക് ഈ അടുത്ത കാലത്ത് എറണാകുളത്തൊരു സംഭവം നടന്നറിയോ? ഒരു BMW കാർ ഉണ്ടെന്ന് റോഡ് ബ്ലോക്കാക്കി, മഴയത്ത് സെൻസേഴ്സ് എല്ലാം ബ്ലോക്കായി വണ്ടി സീസായിട്ട് അങ്ങനെ നിന്ന്. അതേപോലെ ഇലക്ട്രോണിക്സിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ADV 390 ഫുള്ളി ലോഡഡ് വിത്ത് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള സംഭവമല്ലേ? ഒരു യൂട്യൂബർ പുള്ളിക്കാരൻ്റെ അനുഭവം ഷെയർ ചെയ്തതാണ്. ഞാൻ എൻ്റെ ADVയുടെ വീഡിയോ, ADV വേഴ്സസ് GS 310 വീഡിയോയിൽ അത് റെഫർ ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിച്ചു വെച്ചാൽ, പുള്ളിക്കാരൻ ലേ ലഡാക്ക് ട്രാവൽ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു റിവർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ADV 390 ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അറിയാലോ. ട്രാക്ഷൻ കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ല, ഇപ്പോൾ ഓയിലി ആയിട്ടുള്ള സർഫസ് ആണ്, ഇറഗുലർ ആയിട്ടുള്ള സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രോട്ടിൽ വണ്ടിയുടെ ECU തന്നെ എസ്റ്റിമേറ്റ് ചെയ്ത് ഇനേർഷ്യയും അതേപോലെ തന്നെ എന്താ പറയുന്നത് ഇതും ലീൻ ആംഗിളും എല്ലാം എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വണ്ടി ത്രോട്ടിൽ കട്ടി പവർ കുറച്ചായിരിക്കും നമുക്ക് വരുന്നത്. അതായത് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സിറ്റുവേഷൻസ് വണ്ടി തന്നെ പ്രൊവൈഡ് ചെയ്യും. അതാണ് സംഭവം ട്രാക്ഷൻ കൺട്രോൾ. ഓക്കെ, ഡീറ്റെയിൽഡായിട്ട് പറയാനാണെങ്കിൽ കുറേ തിയറട്ടിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. വീൽ റൊട്ടേഷൻ മാച്ച് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയും അറിഞ്ഞിരിക്കാം. ഈ സംഭവം എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ നിന്ന് പവറും ടോർക്കും കിട്ടത്തില്ല കയ്യിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പെട്ടു.
അപ്പോൾ ADV 390 പുള്ളിക്കാരൻ റിവർ ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റിവറിൻ്റെ മിഡിലിൽ വെച്ചിട്ട് വണ്ടി ഓഫായി. അപ്പോൾ ADV 390 പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വീണ്ടും സ്വിച്ച് ഓൺ ആകുമ്പോൾ വീണ്ടും നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓണാവും. പുള്ളിക്കാരൻ ഈ റിവർ ക്രോസിങ്ങിൻ്റെ നടുക്ക് നിന്നിട്ട് സെറ്റിങ്സിൽ കളിക്കുക, ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കാനായിട്ട്. ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, എത്രയൊക്കെ ക്ലച്ച് കൺട്രോൾ ഉള്ള ആളാണെന്ന് പറഞ്ഞാലും വണ്ടി ഓഫാവും. വണ്ടി ഓഫാകുമ്പോൾ വീണ്ടും ഈ ട്രാക്ഷൻ കൺട്രോൾ ഓണാവും. വീണ്ടും പുള്ളിക്കാരൻ ഈ സെറ്റിങ്സിലിരുന്ന് ഞോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കാരനെ ആ റിവർ ക്രോസ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്ത് പണ്ടാരടങ്ങി. സേഫ്റ്റി ഫീച്ചറാണ്, ആവശ്യമുള്ള ഫീച്ചറാണ്, ഗുഡ് ഫീച്ചറാണ്. പക്ഷേ അത് കൊടുത്തേക്കുന്ന രീതിയുണ്ടോ? പക്ഷേ അതേസമയം GS ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്യുവർ സ്കില്ലിൽ, ഇപ്പോൾ എൻ്റെ സ്കില്ലിൽ ട്രസ്റ്റ് ചെയ്ത് എനിക്ക് ആ റിവർ ക്രോസ് ചെയ്യാം. ഒരു ഫീച്ചറിൻ്റെയും ഒരു ഇലക്ട്രോണിക്സിൻ്റെയും ഒരു സഹായവും വേണ്ട. എൻ്റെ റൈഡർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ സ്കില്ല് വെച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അതേപോലെ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ കോർണറിങ് ABS ആണെന്നുണ്ടെങ്കിലും മോശമൊന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് പ്രോപ്പറായിട്ട് റോഡ് ഒബ്സർവ് ചെയ്യുന്ന, നല്ല രീതിക്ക് റൈഡ് ചെയ്യുന്ന, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, സേഫായിട്ട് റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞാൽ ആ സിറ്റുവേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വണ്ടി സേഫാണ്, സേഫ്റ്റി ഫീച്ചറാണ്, നല്ല കാര്യമാണ്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതില്ലാന്ന് കരുതി നമ്മൾ വേറെ വണ്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ അതിനനുസരിച്ച് കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫീച്ചേഴ്സിനെക്കാട്ടിലും നമ്മുടെ സ്കില്ലിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അതൊരു പ്രോബ്ലം അല്ല. ഓക്കെ, സോ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് എന്തെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞു, നമുക്ക് പണി കിട്ടും. റൈഡ് ബൈ വയറിൻ്റെ ഇഷ്യൂവും ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്. ഓക്കെ, സോ പീസ് ഔട്ട് ബ്രദർ. പിന്നെ ഈ ക്ലസ്റ്ററിൻ്റെ കേസ്, എൻ്റെ പൊന്ന് ബ്രോ, അതെനിക്ക് എടുത്ത് പറയാനുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ ADV 390 TFT മീറ്റർ ഉണ്ട്, ഇപ്പോൾ ഹിമാലയനാണെങ്കിൽ TFT മീറ്റർ ഉണ്ട്. നിങ്ങളെല്ലാവരും, മെജോറിറ്റി ആൾക്കാരും, ഞാൻ കാണുന്ന എല്ലാ ആൾക്കാരും എക്സ്ട്രാ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കും. ഡാഷ് ക്യാമൊക്കെ വെച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കും. അപ്പോൾ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചാൽ തീരാവുന്നുള്ള പ്രശ്നമല്ലേ ഇതിലുള്ളൂ. മറ്റേതിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും TFT സ്ക്രീനും അതിൽ എക്സ്ട്രാ എമൗണ്ടും അവർ മേടിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഒരു എക്സ്ട്രാ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കേണ്ടി വരും. ഇതിലാണെങ്കിൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് മീറ്റർ കൺസോൾ. അപ്പോൾ നമ്മൾ എന്തായാലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ തീരത്തില്ലേ പ്രശ്നം. നല്ല രീതിക്ക് GPS ആക്സസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നമ്മുടെ ഡാഷ് ക്യാമും വെക്കാൻ പറ്റും. സോ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചാൽ തീരാവുന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ ഈ മീറ്ററിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഹിമാലയൻ 450 ബെറ്റർ ദാൻ ദിസ് ഓവർ പ്രൈസ്ഡ് ആൻഡ് അണ്ടർ പവർഡ് ഷിറ്റ്. ഓക്കെ ബ്രോ, എൻ്റെ പൊന്നു ബ്രോ, ഹിമാലയൻ 450 നല്ല എഞ്ചിനാണ് കേട്ടോ. ഇതിനെക്കാട്ടിൽ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനാണെന്ന് ഞാൻ പറയും. അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എവിടെയാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ് പ്രശ്നം. വേറെ ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും ഞാൻ പറയില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഇറങ്ങുന്ന മെഷീനാണ്, അതിൻ്റെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇറങ്ങുന്ന സെഗ്മെൻറ്റിലുള്ള വണ്ടികൾക്ക് പ്രശ്നം വരുന്നത് ഷുവറാണ്, അതുകൊണ്ട് അത് വെച്ച് പറയില്ല. ഓക്കെ, ഞാൻ അത് വെച്ച് പറയുന്നില്ല. മെയിനായിട്ടുള്ള ഒരു സർവീസ് എക്സ്പീരിയൻസിൻ്റെ കാര്യം ഞാൻ പറയാം. അതായത് ഹിമാലയൻ 450 ഞാൻ ഓടിച്ച് വെച്ചിട്ട്, ഞാൻ ഒരു ഹൈവേ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹിമാലയൻ വേഴ്സസ് GS 310 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ മനസ്സിലാവും. ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഓടിച്ച സമയത്ത് അതൊരു ഏകദേശം ഒരു ഹൈവേ കണ്ടീഷനായിരുന്നു. അപ്പോൾ തന്നെ നല്ല രീതിക്ക് വണ്ടി ഹീറ്റായി. അപ്പോൾ അത്യാവശ്യം ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ള വണ്ടിയാണ്, ADV ആണ്. സോ നമുക്കത് പറയാം. ആ ഒരു വണ്ടിയിൽ 5000 കിലോമീറ്ററിലാണ് നമ്മുടെ ഓയിൽ ചെക്ക് ചെയ്യാനായിട്ട് അവർ നോക്കും, ടോപ്പപ്പ് ചെയ്യും. 10,000 കിലോമീറ്റേഴ്സിലാണ് ഓയിൽ ചേഞ്ച് വരുന്നത്, ഹിമാലയൻ റെക്കമെൻഡ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന എൻജിൻ ഓയിൽ എന്ന് പറയുന്നത് സെമി സിന്തറ്റിക്കാണ്. ഇപ്പോൾ നോർമലി 3 ടൈപ്സ് ആണ് നമ്മുടെ എൻജിൻ ഓയിൽസ് വരുന്നത്. ഒന്ന് പ്രീമിയം മിനറൽ ഓയിൽ, സെമി സിന്തറ്റിക്, ഫുള്ളി സിന്തറ്റിക്. 100% ഫുള്ളി സിന്തറ്റിക് ഉണ്ട്, അത് വേറെ സെപ്പറേറ്റ്. അപ്പോൾ ഇത് മൂന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫുള്ളി സിന്തറ്റിക് ആണ്. ബിക്കോസ് അതിൽ കെമിക്കലി പ്രോസസ്ഡ് ആയിട്ടുള്ള മിനറൽ ഓയിലിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹൈ ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തരും. ഓക്കെ, അതാണ് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ്. ഇനി നമ്മൾ പറയുമ്പോൾ ഹിമാലയൻ 450 യൂസ് ചെയ്യുന്നത് സെമി സിന്തറ്റിക് ഓയിലാണ്. 5000 കിലോമീറ്ററിൽ അത് ടോപ്പപ്പ് ചെയ്യും, 10000 കിലോമീറ്റർ ഓടിക്കും. ഇത്രയും ഹീറ്റിംഗ് ഇഷ്യൂ വരുന്ന, ഇത്രയും ലോങ് ടൂറിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു വണ്ടിയിൽ അവർ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന എഞ്ചിൻ ഓയിലാണ് സെമി സിന്തറ്റിക്. ADV 390 നോക്കിക്കഴിഞ്ഞാലും GS നോക്കിക്കഴിഞ്ഞാലും രണ്ടിലും ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള എഞ്ചിൻ ഓയിലാണ് കൊടുക്കുന്നത്. പെർഫോമൻസ് ഭയങ്കരമായിട്ട് ബെറ്ററാണ് റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിൻ ഓയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ എന്ത് പറയും? ഓക്കെ, ഇപ്പോൾ കമ്പാരിസൺ വരുന്ന സമയത്ത് ഹിമാലയൻ 450 ഭയങ്കര ബെറ്റർ ആണെന്നുള്ള രീതി പറഞ്ഞിട്ടില്ല. ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഈ വണ്ടിയുടെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് 10,000 കിലോമീറ്റേഴ്സിൽ എനിക്ക് ഒരു തവണയാണ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ആ സർവീസ് സെൻറ്ററിൽ പോയത്. ഹിമാലയൻ 450 കേസിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അവിടെ തന്നെ ആൻസർ ചെയ്തില്ലേ. സോ ബെറ്റർ മോട്ടോർ സൈക്കിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഡെഫിനറ്റ്ലി അല്ല.
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലോഗോയുടെ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ റോഡ് പ്രസൻസും അല്ലെങ്കിൽ ഹിമാലയൻ 450 എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി നൈസാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതേപോലെ ഇഷ്യൂസ് ഒരുപാടുണ്ട്. പ്ലസ് രണ്ടും തമ്മിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഹിമാലയനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻവിസിബിൾ ആയിരിക്കും, ആരും അത്രയ്ക്ക് ഒബ്സർവ് ചെയ്യത്തില്ല നമ്മളെ. പക്ഷേ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് റോഡിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീല് തരും. അപ്പോൾ അങ്ങനെ ഒരു ഫീല് വേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹിമാലയൻ എടുത്തിട്ട് വല്ല കാര്യമുണ്ട്. സോ ബെറ്റർ ബൈക്കെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്ലസും മൈനസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നമ്മൾ മേടിക്കുക. ഞാനൊരിക്കലും ഇതേപോലത്തെ ഒരു കമൻറ്റ് ഒരിക്കലും ഒരു സ്ഥലത്തും ചെയ്യത്തില്ല, ഹിമാലയൻ 450 ഭയങ്കര ഷിറ്റി ബൈക്കാണെന്നുള്ള രീതിയിൽ പറയത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടിയുടെ എഞ്ചിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓടിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ റോയൽ എൻഫീൽഡ് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ, ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. സോ അത്രയേ ഉള്ളൂ ബ്രദർ, പീസ് ഔട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങളുടെ കമൻറ്റ്സ് കുറച്ച് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ട്, പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കമൻറ്റ് സെക്ഷനിൽ വരാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എൻ്റെ ബൈക്കിൽ? ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയിൽ എപ്പോഴൊക്കെ ഫുൾ ടാങ്ക് എണ്ണ അടിക്കുമ്പോഴും എനിക്കൊരു ഡബിൾ മൈൻഡാണ്. നേരെ അങ്ങ് എറണാകുളത്തോട്ടോ തൃശ്ശൂരോട്ടോ പാലക്കാടോട്ടോ വിട്ട് കഴിഞ്ഞാലോ എന്ന് എനിക്കൊരു തോന്നൽ വരും. സോ അത് തന്നെയാണ് എൻ്റെ ആൻസറും. അത്രയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും എനിക്ക് ആ ഒരു ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് വേറെ വണ്ടികൾ ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എനിക്ക് കിട്ടാറില്ല. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഫീലിംഗ് ഇമ്പോർട്ടൻറ്റ്, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരു ക്രൗഡിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഈ ഒരു ബൈക്കാണ്. ഭയങ്കരമായിട്ട് അറ്റൻഷൻ തന്നിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കംഫേർട്ട് തന്നിട്ടുണ്ട്. എന്ത് പറയാൻ, ഞാൻ ഈ വണ്ടിയിൽ ഓടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഓരോ ട്രിപ്പും ഭയങ്കര മെമ്മറബിളാണ്. താങ്ക് യു എനിക്ക് ധൈര്യം തന്നതിന്, എനിക്ക് കോൺഫിഡൻസ് തന്നതിന്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ കാരണം ഈ വണ്ടിയാണ്. FC ഓടിക്കുന്ന സമയത്ത് ഞാൻ പേടിച്ചാണ് പോകുന്നത്. കാര്യം വണ്ടിക്ക് പണിയും കാര്യങ്ങളുള്ള സമയത്താണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ എന്ത് പറയാനുള്ളത്, ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഫാമിലി മെമ്പറാണ് ഡുങ്ക്രു, എൻ്റെ ഫാമിലി മെമ്പറാണ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ ഹാപ്പി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിത് വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, അഫോർഡബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രിഫറൻസസ്, നിങ്ങൾ അത്യാവശ്യം പവർ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മതിയാവാതെ വരും. അതൊരു ബൈക്ക് നമുക്ക് മതിയാവാതെ വരും. പവർ തേഴ്സ്റ്റി ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 300 ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400cc എടുക്കാൻ തോന്നും, 400 ട്വിൻ സിലിണ്ടർ നോക്കാൻ തോന്നും, അത് കഴിഞ്ഞാൽ 600 നോക്കാൻ തോന്നും, 1000 ഓടിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അതിന് വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളിപ്പോൾ ഈ വണ്ടി കുറേ നാൾ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ഇത് അണ്ടർപവർഡാണല്ലോ, ഇത് കുറേ പവർ കിട്ടുന്നില്ലല്ലോ, ബിക്കോസ് നമ്മൾ അതുമായിട്ട് വണ്ടിയുടെ ആ ഒരു പവർ ഫിഗേഴ്സുമായിട്ട് നമ്മൾ മാച്ചായി. ഇനി നമുക്ക് ഇതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പവറുള്ള വണ്ടി വേണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞില്ലേ, എക്സ്പ്ലോർ ചെയ്യേണ്ടത് സ്പീഡല്ല, എനിക്ക് ആ ഒരു ജേണി ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന ഓരോ ആൾക്കാർ. എനിക്ക് ഈ വണ്ടിയായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. എനിക്ക് നോർമലി സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, കുറച്ച് റിസർവ്ഡ് ആണ് എൻ്റെ ക്യാരക്ടർ. ക്യാമറയുടെ മുമ്പ് മാത്രമാണ് എൻ്റെ ഈ ഒരു ഫേസ് നിങ്ങൾ കാണുന്നത്, അല്ലാതെ ഞാൻ കുറച്ച് ആൾക്കാർ വരുമ്പോൾ ഞാൻ പതുങ്ങും. അപ്പോൾ ഈ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചായക്കടയിലെ ചേട്ടൻ തന്നെ ചോദിക്കും, ഏതാ വണ്ടി, എത്ര CC എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പതിയെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യും, ചേട്ടാ ഇതെങ്ങനെയുണ്ട്, സുഖമാണോ, കാര്യങ്ങളൊക്കെ ചോദിക്കും. ചേട്ടൻ എൻ്റെ കാര്യങ്ങൾ ചോദിക്കും, ഞാൻ ചേട്ടൻ്റെ കാര്യം ചോദിച്ചു. കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര സഹായിച്ചിട്ടുള്ള ഒരാളാണ്. സോ അത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇവനെ ഏറ്റവും ഇഷ്ടം. സോ എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. സോ അതാണ് ആ ഒരു ഫീലിംഗ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ യെസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസ് പറയാം. ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് രാവിലെ അവിടെ നമ്മുടെ വെള്ളാണിക്ക് പറയുന്നത് കേട്ടോ ആ ലൊക്കേഷൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു, അവിടെ ഒരു കല്യാണത്തിൻ്റെ എന്തോ പരിപാടി നടക്കുമായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ റോഡ് ഫുള്ള് ബ്ലോക്കാക്കി ഇട്ടിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതായത് മുകളിലോട്ട് കയറി പോകുന്ന ഓഫ് റോഡ് പാത്തിൽ കാറ് കൊണ്ടിട്ടേക്കുക. അപ്പോൾ അതുവഴി ബൈക്ക് പോകത്തില്ല. അത് പോകുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൂടെ ആ മൂലയിൽ കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തേനെ. പക്ഷേ അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഇവർ ഈ പരിപാടി കഴിഞ്ഞ് പോകുന്നവരെ. ഏകദേശം ഒരു 7 മണി തൊട്ട് ഞാൻ ഇരിക്കുന്നതാണ്. 9 മണിയായപ്പോഴാണ് അവർ പോയത്. 9 മണിക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്ത് വീഡിയോ എടുത്ത് തുടങ്ങി. വീഡിയോ ഇടയ്ക്ക് വെച്ചിട്ട് ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്ന് ലാപ്പിൽ കോപ്പി ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഫോണ് ചൂടായി, ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി, ലാപ്പിൻ്റെ ചാർജ് തീർന്ന് അങ്ങനെ പകുതി വെച്ച് അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. നേരെ ഇതും കൊണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ കറണ്ടില്ല. സോ 2 സാധനം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ തൊഴുതുകൊണ്ടിരുന്നു. പിന്നെ കറണ്ട് വന്ന് ഫോൺ ചാർജ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇതിനിടയ്ക്ക് വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഫോണിലായതുകൊണ്ട് തന്നെ ഇൻഡിക്കേഷനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ തൊണ്ട, അതായത് 10 മിനിറ്റുള്ള ഈ വീഡിയോ ഞാൻ 3-4 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തൊണ്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തോട്ടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ലോങ് വീഡിയോ ആണ്, 1 മണിക്കൂർ എന്തായാലും ഉണ്ടാവും കുറഞ്ഞത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാക്സിമം കമൻറ്റ് സെക്ഷനിൽ വരാൻ നോക്കുക, നിങ്ങളുടെ വ്യൂസ് ഷെയർ ചെയ്യാൻ നോക്കുക, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ നോക്കുക. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ബൈ പറ കൂട്ടാ, ഞങ്ങൾ രണ്ടുപേരും ബൈ ബൈ.